എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു മാഡം, താങ്ക് യു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻ്റെ ഗ്രേറ്റ് ലീഡറാണ് ജിഷ മാഡം. മാഡം തന്നെ എന്നെ വെൽക്കം ചെയ്തപ്പോൾ ഞാൻ വളരെ ഹാപ്പി. അപ്പോൾ എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള സോം പ്ലാറ്റ്ഫോം വീണ്ടും എഴേകാലിൻ്റെ അല്ലേ എന്നാലോചിക്ക് നമുക്ക് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷൈനി അനിരുദ്ധൻ, എമറാൾഡ് അച്ചീവർ അനിരുദ്ധൻ സാറിൻ്റെ വൈഫാണ്. 9 വർഷമായി RCM എന്നൊരു പ്രസ്ഥാനത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. മുൻപേ ചെയ്തിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ ടൈലറിംഗ് ആയിരുന്നു. അതിക്ക് മുൻപും എന്താ പറയാ, RCM വരുന്നതിന് മുൻപും RCM വന്നതിന് ശേഷമുള്ള എൻ്റെ കഥകൾ ചെറിയൊരു രൂപത്തിൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ടായിരിക്കും. കാരണം ഏതൊരു സാധാരണക്കാരനും RCM വിജയിക്കാൻ പറ്റുമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ആളായിട്ട് ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. എൻ്റെ ഗ്രേറ്റ് ലീഡർ ഗിരീഷ് സാറിൻ്റെ ഒരു കാൽപാദം എൻ്റെ കുടുംബത്തേക്ക് വന്നത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഗിരീഷ് സാറിനെയും ജിഷ മേഡത്തെയും വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു നിമിഷം ഓർക്കാണ്, നന്ദിയോടെ ഓർക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ, എവിടെയൊക്കെയോ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ഒറ്റ കുട കീഴിൽ കൊണ്ടുവരാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ TCGA എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ കുടുംബത്തെയും ഒരുപാട് നന്ദിയോടെ ഓർക്കാണ്. അപ്പൊ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു, ചെയ്തിരുന്ന ജോലി ടൈലറിംഗ് ആയിരുന്നു. ചെയ്തിരുന്ന ജോലി എൻ്റെ കുടുംബം എന്ന് പറയുന്നത്, ഞാൻ ജനിച്ചു വളർന്നത് മുതിരക്കണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ചാലക്കുടി മുതിരക്കണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എനിക്ക് ഫാമിലി എന്ന് പറയാനായിട്ട് അമ്മയും അതുപോലെ തന്നെ 4 സഹോദരങ്ങളാണ് ഞങ്ങള്. അപ്പോ അതിൽ രണ്ടാമത്തെ വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒരു ചേച്ചിയും ഒരു അനിയത്തിയും ഒരു അനിയനാണ് എൻ്റെ ഫാമിലി. അതിൽ നിന്നും വളരെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണക്കാരിയായി ജീവിച്ച് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെ മരണം. അതിനുശേഷം ഒരുപാട് കഷ്ടതകളിലൂടെ കടന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അവിടെ നിന്നും എനിക്ക് എൻ്റെ എന്താ പറയണ്ടേ, അനിരുദ്ധ സാറിന്റെ കുടുംബത്തേക്ക് ഞാൻ വരുമ്പോ അവിടെയും നല്ല രീതിയിൽ തന്നെ നല്ലൊരു കുടുംബത്തേക്ക് തന്നെ ആയിരുന്നു എന്നെ വിവാഹം കഴിച്ചയച്ചത്. അവിടെ അവര് 4 മക്കളാണ്, 3 ആണും 1 പെണ്ണും, ഒരു ചേച്ചിയുണ്ട്, ബാക്കിയുള്ള 2 ചേട്ടന്മാര്, ഏറ്റവും ഇളയതാണ് അനിരുദ്ധ സാറ്. അതായിരുന്നു എൻ്റെ ഫാമിലി. അപ്പൊ ഒരുപാട് തിക്താനുഭവത്തിലൂടെ കടന്നു വന്നപ്പോൾ അനിരുദ്ധ സാറിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ വളരെ സന്തോഷവതിയായിരുന്നു ഞാൻ. കാരണം എന്താ പറയാ, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തൊക്കെയൊക്കെ വന്നെത്തിയ ഒരു പ്രതീതിയായിരുന്നു. പക്ഷെ അവിടെ നിന്നും ജീവിതം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ എന്തൊക്കെ ജോലി ചെയ്താലും നമ്മളൊപ്പം നിന്നാലാണ് നമ്മുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും ടൈലറിങ് ചെയ്യുന്നു, അനിരുദ്ധ സാറും ടൈലറിങ് ചെയ്യുന്നു. അനിരുദ്ധ സാറിന്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ടൈലറിങ് ചെയ്യുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുക എന്നുള്ളത്. അപ്പൊ എന്റെ ഡ്രീമിലാണെങ്കിൽ ടൈലറിങ് എന്ന് ചെയ്യുന്ന ഒരു വ്യക്തി എനിക്ക് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് എന്നൊക്കെ പറയില്ലേ, ദൈവം വരച്ച വരയിലൂടെ മാത്രമേ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ അനിരുദ്ധ സാറ് ടൈലറിങ് ചെയ്യുന്ന ഒരു വ്യക്തിനെ തേടി കണ്ടുപിടിച്ച് തന്നെയായിരുന്നു. സാറിന്റെ നറുക്ക് വീണ് തന്നെയാണ്. ഞാൻ അതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. കാരണം വളരെ നല്ലൊരു സ്വഭാവത്തിന് ഉടമയായ ഒരു വ്യക്തിയാണ് എനിക്ക് ഹസ്ബൻഡായിട്ട് കിട്ടിയത്. ഞാൻ അതിന്റെ ദൈവത്തിനോട് നന്ദി പറയാണ് ഈ ഒരു നിമിഷം വളരെ സന്തോഷത്തോടു കൂടി. കാരണം ഒരുപാട് വ്യക്തികള് ഒരുപാട് അല്ലലുകൊണ്ട് ജീവിച്ചിട്ട് വീണ്ടും കുഴിയിലേക്ക് ചെന്ന് ചാടുന്ന ഒരു രീതിയിലേക്ക് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ വന്ന് ഇപ്പൊ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ സാധാരണ ഒരു വീട്ടിലേക്കാണ് കയറി ചെന്നതെങ്കിലും എനിക്ക് അവിടെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് സാധിച്ചിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി, എനിക്ക് അനിരുദ്ധ സാറിന്റെ ഒപ്പം, സാർ ആഗ്രഹിക്കുന്ന രീതിയിൽ സാറിനൊപ്പം നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും ഒരു സാമ്പത്തിക ഭദ്രത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളൊരു തീരുമാനത്തോടു കൂടിയാണ് സാറിന്റെ ഒപ്പം എല്ലാ ജോലികൾക്കും, ടൈലറിങ്ങിനോടൊപ്പം ഒരുപാട് തൊഴിലുകൾ ചെയ്തു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. RCM വരുന്നതിന് മുൻപ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ആരോഗ്യ പ്രശ്നത്തിനൊക്കെ എന്താ പറയാ, മരുന്നുകൾ കഴിച്ച്, ഇംഗ്ലീഷ് മരുന്നാണെങ്കിലും ആയുർവേദാണെങ്കിലും അലോപ്പതി ആണ് എന്താ പറയാ, ഹോമിയോ ആണെങ്കിലും നമ്മൾ കഴിച്ചൊത്തിരി ഈ ആരോഗ്യം ഇങ്ങനെ
ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ കുടുംബം മൊത്തം. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തില് എന്താ പറയാ, അനിരുദ്ധ സാറ് പണിയെടുക്കുന്ന പൈസ ഫുള്ളും ഒന്ന് വീട്ടു ചെലവും വേണം, രണ്ട് നമുക്ക് ആശുപത്രിയിലും കൊടുക്കണം. അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കാം, ടൈലറിങ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു കുഗ്രാമത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു ചെറിയൊരു ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ അവിടുത്തെ ജീവിത സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, സാധാരണക്കാരുടെ ഇടയിൽ ഇരുന്ന് തയ്ക്കുമ്പോൾ ഒന്ന് തയ്ച്ചു കഴിയുമ്പോൾ കടം പോവും. കടം പോയി കഴിഞ്ഞ് നമ്മൾ തയ്ക്കുമ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട് അല്ലെ. നമുക്ക് പൈസ ടൈലറിങ് ചെയ്യുന്ന ആളുകളിൽ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു തുണി നമുക്ക് തയ്ക്കാൻ കിട്ടിയാൽ ആ കൊണ്ടുപോകുന്നതിന് മുൻപ് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, ആ പൈസ കിട്ടി എന്ത് ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനെ നല്ല കാൽക്കുലേഷനിലൊക്കെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. പക്ഷെ പൈസ കിട്ടില്ല, തയ്ച്ചത് കൊണ്ടുപോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് തോന്നി, ഒന്ന് മാറ്റി പിടിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ജീവിതം മുന്നോട്ടേക്ക് പോവാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഞാനും സാറും കൂടി ഒരു തീരുമാനം എടുത്തു. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലിലേക്ക് നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഞാൻ എടുത്ത തീരുമാനം അന്ന് തൊഴിലുറപ്പ് പണിക്ക് പോകുക എന്നുള്ളതായിരുന്നു. 125 രൂപ ഫസ്റ്റ് വരുമാനം കൊടുത്ത ഒരു സാഹചര്യത്തില് ഞാൻ തൊഴിലുറപ്പ് പണിക്ക് പോകാനായിട്ട് റെഡിയായി. അങ്ങനെ പോയി വന്ന് വീണ്ടും ടൈലറിങ് ചെയ്യും. അതോടൊപ്പം തന്നെ അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന നമുക്ക് എന്താ പറയാ, നാട്ടിൽ എന്തൊക്കെ തൊഴിലുണ്ടോ അതിനൊക്കെ പോയിട്ടുണ്ട്. ടാറിങ് പണിക്ക് വരെ, മെയ്സൺ പണി, ടാറിങ് പണിക്ക് വരെ ഞാൻ പോയിട്ടുണ്ട്. കാരണം ഞാൻ പോയിന് ഒറ്റ ചിന്ത എനിക്കുണ്ടായിരുന്നുള്ളൂ, രണ്ടാളും കൂടി പണിയെടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് സമ്പാദിക്കാം. ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അങ്ങനെ ഞാൻ പോയി ഞാൻ പണിയെടുക്കുന്ന പൈസ ഞാൻ സേവ് ചെയ്യും. അത് അന്നും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അനിരുദ്ധ സാർ എന്നോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല നീ പണിയെടുക്കുന്ന പൈസ എന്ത് ചെയ്യുന്നു. പക്ഷെ ഞാൻ സേവ് ചെയ്ത് എല്ലാ വർഷവും ആഭരണം മേടിക്കുക. നമ്മൾ സ്ത്രീകളല്ലേ, എന്നാലോചിച്ചെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് ഭയങ്കര സന്തോഷമല്ലേ സ്വർണം മേടിക്കുക എന്ന് പറയുന്നത്. 10 രൂപ കിട്ടി എങ്ങനെ നമ്മള് 1 ഗ്രാം സ്വർണം മേടിക്കുക, അതാണ് നമ്മളുടെ ചിന്ത. ആ ഒരു ചിന്ത തന്നെയായിരുന്നു എനിക്കും. അങ്ങനെ ഞാൻ പോയി ഇപ്പൊ കിട്ടുന്ന പൈസ കുറിവെക്കും. ഇപ്പൊ നമ്മുടെ TCG നമുക്ക് എന്താ ചെയ്തു തരുന്നത്, അതുപോലെ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്ത് ഞാൻ കുറി വെച്ച് എല്ലാ വർഷത്തിലും 2 പവൻ സ്വർണം മേടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹരമായിരുന്നു. പണിക്ക് പോവാൻ കാരണം എന്താ, എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ വേറെ ആർക്കും കൊടുക്കണ്ട, എനിക്ക് തന്നെ സേവ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് 2 മക്കളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ്. അപ്പോ എൻ്റെ ഡ്രീമില് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി എൻ്റെ മകളെ കെട്ടിച്ചു വിടണം. അതിന് വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കണം എന്നൊരു ചിന്തയൊന്നും അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ് അല്ലെങ്കിൽ ഡിഗ്രി വരെ പഠിപ്പിക്കുക, +2 വരെ പഠിപ്പിക്കുക. കാരണം എന്തുകൊണ്ടാണ്, എനിക്കും സാറിന് അധികം വിദ്യാഭ്യാസം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ മാക്സിമം അവർക്ക് ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രി വരെ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ കെട്ടിച്ചയക്കുമ്പോൾ എല്ലാ മാതാപിതാക്കളും എന്താ ചെയ്യുക, എല്ലാവരും അവരുടെ മക്കളെ നല്ല രീതിയിൽ സ്വർണ്ണമൊക്കെ ഇടിയിച്ചിട്ട് വിടുന്ന സാഹചര്യമാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവൾക്കും നല്ല രീതിയിൽ സ്വർണങ്ങൾ കൊടുത്ത് വിവാഹം കഴിച്ചയക്കണം. അതിന് വേണ്ടിയിട്ട് ആയിരുന്നു ഞാൻ എല്ലാ ജോലിക്കും പോകാനായിട്ട് തയ്യാറായി. അപ്പൊ നമ്മള് യൂണിയനിലൊക്കെ പേര് കൊടുത്ത് ഞങ്ങൾ പോകുമ്പോ ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ കൂലി കിട്ടും, 900 രൂപ പെണ്ണിന് കൂലി കിട്ടും. ഒരു സ്ത്രീക്ക് 900 രൂപ ഒരു ദിവസത്തെ കൂലി എന്ന് ആലോചിച്ച് നോക്കണം. ആണിനാണെങ്കിൽ 1200 രൂപയോളം കൂലി കിട്ടും. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ, ഞങ്ങൾ 2 പേരും കൂടി പോകുമ്പോ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ 2000 രൂപ വരുമാനം വന്നു. അപ്പൊ നമ്മളെങ്ങനെയായാലും ആ ഒരു ജോലിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യാനായിട്ട് അത് തയ്യാറായി. ഒരുപാട് എന്താ പറയാ, കളിയാക്കലും പുച്ഛിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾ വകവെച്ചില്ല. ഞങ്ങൾക്ക് ലക്ഷ്യമുണ്ടായിരുന്നു മുന്നോട്ടേക്ക് പോവാൻ. അങ്ങനെ ഇരുന്ന് ഞങ്ങള് കിട്ടുന്ന സമയം ടൈലറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ ഗിരീഷ് സാർ എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ അനിരുദ്ധ സാറിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ വന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ, റൈസിംഗ് കോർ ലീഡർ ഗിരീഷ് സാറും ജിഷ മേഡും. ഒരുപാട് സന്തോഷത്തോടു കൂടി ഈ ഒരു നിമിഷം ഞാൻ എൻ്റെ സാറിനെ ഓർക്കാണ്. സാറ് ഇല്ല എങ്കിൽ ഇന്ന് ഷൈനി മേഡം ഇല്ല, അനിരുദ്ധ സാറും ഇല്ല. അത് RSMൽ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ലീഡർമാരായിരിക്കണം നമ്മൾക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടത്. ആ ഒരു ലക്ഷ്യം ഗിരീഷ് സാറിന് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് RSMനെ കുറിച്ച് ഒന്നും അറിയില്ല. 2016 RSM എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത്. ഈ ജോലിയുടെ ഒക്കെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെ ചെയ്ത്, ഹാർഡ് വർക്ക് ചെയ്യാൻ ഏതൊരു തൊഴിലിലും ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഞാനും സാറും ഒരേപോലെ
ഒരേപോലെ ഹാർഡ് വർക്ക് ചെയ്യും. രാത്രിയിൽ വന്നിരുന്ന് 12 മണി വരെ അന്നും തയ്ക്കുമായിരുന്നു. കൂലിപ്പണിക്ക് പോകുന്ന സമയത്തും രാത്രി തയ്ക്കുമാരും, പിറ്റേ ദിവസം പണിക്ക് പോകും. അപ്പൊ ആ വെയിലും മഴയും മഞ്ഞും ഒന്നും ഞങ്ങളെ കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങള് പോവാതിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല സീസൺ വരുമ്പോൾ, സ്കൂൾ സീസൺ വരുമ്പോൾ യൂണിഫോമിന്റെ വർക്ക് ഉണ്ടായിരിക്കും. അതിന് മാത്രമേ ഞങ്ങള് പുറമെ പണിക്ക് പോവാതിരുന്നിട്ടുള്ളൂ. പിന്നെ കിട്ടുന്ന 6 മാസം ഫുൾ ടൈം എല്ലാ വെയിലും കൊണ്ടിട്ടുണ്ട്, എല്ലാ മഴയും കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയില്ലേ, തീയിൽ കുരുത്തും വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് ഉറപ്പായിരുന്നു. കാരണം എന്താ, ഞാൻ എൻ്റെ വീട്ടിലെ വെച്ച് എൻ്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടി ഒത്തിരി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. കാരണം 5ാം ക്ലാസ് മുതൽ എൻ്റെ മാമൻ ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, എൻ്റെ അമ്മ മറ്റു തൊഴിലുകൾക്കൊന്നും ഇരുന്നായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് പണിക്ക് തന്നെ ഇറങ്ങുന്നത്. അപ്പൊ എൻ്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എൻ്റെ അമ്മയുടെ മൂത്ത ആങ്ങള് ഞങ്ങൾക്ക് സോപ്പിന്റെ ആള്, ട്രാൻസ്പോർട്ട് ബസ്സിലെ ഡ്രൈവറായിരുന്നു. ഇന്ന് ജീവിച്ചിരിപ്പില്ല ഈ മാമൻ. പക്ഷെ മാമൻ അന്ന് ഞങ്ങൾക്ക് അന്നം മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സോപ്പ് കൊണ്ടുതരുമായിരുന്നു. അലുക്കുന്ന സോപ്പ് കൊണ്ടുതരും. അത് വീടാന്തരം 5ാം ക്ലാസ്സിൽ തുടങ്ങി ഞാൻ സെയിൽ ചെയ്യുമായിരുന്നു. അന്നും എന്നെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അമ്മയെ സഹായിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരു മകൾ എന്ന നിലയ്ക്ക് അവരെന്നെ അന്നും ഇന്നും കാണുമ്പോൾ മോതിരക്കണ്യ ഭാഗത്തേക്ക് ചെന്ന നടന്നു പോയാൽ മണിക്കൂറുകൾ പിടിക്കും ഞാൻ വീട്ടിൽ ചെല്ലാൻ. കാരണം എല്ലാവരും എന്നോട് സംസാരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ മുന്നോട്ടേക്ക് പോയിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എൻ്റെ ഗിരിസാറിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ ഏറ്റെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സാറ് ആർസിമിനെ കുറിച്ച് പറഞ്ഞു. 2016 ഒക്ടോബർ 30 ഗിരിസാർ ഞങ്ങളുടെ വസതിയിലേക്ക് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ ആർസിമിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കൊണ്ടുവന്ന ലീഡേഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരിക്കലും നമ്മൾ അവരെ മറക്കാൻ പാടില്ല. കാരണം അത്ര നല്ലൊരു പ്രസ്ഥാനമാണ് നമ്മുടെ കയ്യിലേക്ക് ഇവർ വെച്ച് തന്നിരിക്കുന്നത്. ഗിരിസാർ വീട്ടിലേക്ക് വന്നു. അന്ന് ഞാൻ പറഞ്ഞു, ടൈലറിങ് ചെയ്യുന്ന സമയത്ത്, ബ്ലൗസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗിരിസാർ ആർസിമിന് നല്ല രീതിയിൽ എന്നിട്ട് സാറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ടേക്ക് പോയ ആള് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ വീണ്ടും വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗിരിസാറും ജിഷാമേടും ഒക്കെ 2005 ഈ കുറ്റിച്ചിറ ഷോപ്പ് നടത്തുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ അന്ന് മാഡത്തിന്റെ ഷോപ്പിൽ പോയി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമായിരുന്നു. അങ്ങനെ പർച്ചേസ് ചെയ്ത് ഞങ്ങളുടെ സ്റ്റേഷനറി കടയിൽ ഞങ്ങൾ കൊണ്ടുവച്ച് നമ്മുടെ പാഡ്, പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ സാർ അതിലെ കടന്നു പോയപ്പോൾ മുഖപരിചയം കണ്ട് തിരിച്ചു വന്നതാ. അത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ് ഈ ഒരു നിമിഷം. അങ്ങനെ സാർ വീട്ടിലേക്ക് വന്നു. ടൈലറിംഗ് ഷോപ്പിൽ ഇരുന്നു കൊണ്ട് സാറ് കാര്യങ്ങളൊക്കെ എന്നിട്ട് സാറിനോട് ഘോരം പറയുന്നുണ്ടായിരുന്നു. കമ്പനി വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു, ലീഡേഴ്സിന് കാണിക്കുന്നുണ്ടായിരുന്നു, ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അതിനെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞാനിങ്ങനെ സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ബ്ലൗസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് ഇതൊന്നും ബാധകമല്ലല്ലോ, പറയുന്നത് എന്നിട്ട് സാറിനോടല്ലേ. അപ്പൊ എനിക്ക് ഇതില് ബാധകമില്ലാത്ത രീതിയിൽ ഞാൻ നിന്നു. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോ എൻ്റെ 2 മക്കള് കടയിലേക്ക് കടന്നു വന്നു. കടയും വീടും തൊട്ടടുത്തായത് കൊണ്ട് അവർ ഷോപ്പിലേക്ക് കടന്നു വന്നപ്പോ ഗിരീഷ് സാറ് ചോദിച്ചു, ഇതിൽ ആരാണ് മൂത്തത് എന്ന് ചോദിച്ചു. ഒരാണ്, ഒരു പെൺകുട്ടിയാണ്. ആൺകുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ മകനാണെന്ന് പറഞ്ഞപ്പോ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്ക് അശ്വിന്റെ അത്രയും തന്നെ, മകന്റെ അത്രയും തന്നെ ഹൈറ്റ്, രണ്ടുപേരും ഈക്വൽ ഹൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോ ഗിരീഷ് സാറ് ഞങ്ങളോട് പറഞ്ഞു, ന്യൂട്രിചാർജ് കിഡ്സ് കൊടുത്താൽ കുട്ടിക്ക് ഹൈറ്റ് വെക്കും അനിരുദ്ധ എന്ന് പറഞ്ഞപ്പോ ഞാൻ എൻ്റെ കത്രിക താഴെ വെച്ചു. എന്തുകൊണ്ടാണെന്ന് ഇവിടെ ഇരിക്കുന്ന എന്നെ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. കാരണം എനിക്ക് വളരെ ഹൈറ്റ് കുറവാണ്. ഹൈറ്റ് കുറവുള്ള അനിരുദ്ധ സാറിന് നല്ല ഹൈറ്റ് ഉണ്ട്. എൻ്റെ വീട്ടില്, അനിരുദ്ധ സാറിന്റെ വീട്ടിൽ എല്ലാവർക്കും നല്ല ഹൈറ്റ് ആണ്. എൻ്റെ മകൻ മാത്രം എന്നെ പോലെ. അപ്പൊ അവനോട് ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ നിന്റെ അമ്മയെ പോലെ ആയി എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഗിരീഷ് സാറ് ന്യൂട്രിചാർജ് കിഡ്സ് കൊടുത്താൽ അശ്വിന് ഹൈറ്റ് വെക്കും എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. അന്ന് തന്നെ ന്യൂട്രിചാർജ് കിഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആർസിമിൽ ജോയിൻ ചെയ്തത്. ന്യൂട്രിചാർജ് കിഡ്സ് മേടിച്ചു. സാർ പറഞ്ഞു ചുമരിനോട് ചേർത്ത് നിർത്തി മാർക്ക് ചെയ്തതിന് ശേഷം കൊടുക്കാൻ പറഞ്ഞു. ഒപ്പം തന്നെ റൈസ് ബ്രാൻ ഓയിൽ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് കഴിച്ചാൽ, അനുജ സാറിനോട് പറഞ്ഞൊരു കാര്യം, ഇത് കഴിച്ചാൽ ഹാർട്ട് സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അനുജ സാർ അത് വാങ്ങിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി.
കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് സാറിനുണ്ടായ ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടയിൽ ഷുഗറിന്റെ മരുന്ന് കഴിച്ചിട്ട് തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യമായിരുന്നു. ഒരു ഉരുള ചോറ് കഴിക്കണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം, ആ രീതിയിലായിരുന്നു എന്നിട്ട് സാറിന് റൈസ് ബ്രാൻ ഓയിൽ കുടിച്ച് 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും റിസൾട്ട് കിട്ടി. പിന്നെ വെള്ളം കുടിക്കാതെ തന്നെ ഭക്ഷണം ഇറങ്ങുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസമായി. ഒപ്പം കൊച്ചിന് ഇത് കൊടുക്കാൻ തുടങ്ങി. മകന് ന്യൂട്രിചാർജ് കിഡ്സ് കൊടുത്തു. 1.5 മാസത്തിനുള്ളിൽ അവന് ചെറിയൊരു മാറ്റം ഹൈറ്റിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഈ ഒരു 2 കാര്യങ്ങളാണ് ശരിക്കും എന്നെ ആർസിമിലേക്ക് ആഴത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. ഗിരി സാർ വീട്ടിലേക്ക് വന്നു, പ്രോഗ്രാമുകൾക്ക് വിളിച്ചു. അനിരുദ്ധ സാർ ആദ്യത്തെ പ്രോഗ്രാം പോയി എറണാകുളത്ത് പോയി അറ്റൻഡ് ചെയ്തു വന്നു. എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടില്ല. കാരണം എന്നോട് പറഞ്ഞൊരു കാര്യം, നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണല്ലോ പഞ്ചസാര. എന്നോട് പറഞ്ഞു, പഞ്ചസാര ഉപേക്ഷിക്കും ഷൈനി, അത് കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും ഇല്ലാതാക്കാണോ എന്നുള്ള രീതിയിൽ ഞാൻ സാറിനോട് സംസാരിച്ചു. വീണ്ടും സാറ് പോയി പേരാമ്പ്ര പോയി ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ് വീണ്ടും അറ്റൻഡ് ചെയ്തു വന്നു. എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ നിങ്ങൾ വിളിച്ചിട്ട് ആരെങ്കിലും ഇതിലേക്ക് വരുന്നില്ലെങ്കിൽ വരാൻ സമയമാകുന്നുള്ളൂ, അതുകൊണ്ടാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അവർക്ക് മനസ്സിലാവാത്തോണ്ടാണ്. അങ്ങനെ 3-മത്തെ ഒരു പ്രോഗ്രാമിന് ഞങ്ങള് എന്നോട് അനിരുദ്ധ സാറ് പറഞ്ഞു, ഗിരി സാറ് പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ട്, എന്താ ചെയ്യണ്ടേന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. എന്നെ ഇതിനൊന്നും വിളിക്കണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. പക്ഷെ അനിരുദ്ധ സാർ എന്നോട് പറഞ്ഞൊരു കാര്യം, നീ വരാതെ ഒരു കാര്യവും നടക്കില്ല, നിന്നെ ഞാൻ കൊണ്ടുപോയേ തീരൂ. അങ്ങനെ ഞാൻ അനിരുദ്ധ സാറിന്റെ നിർബന്ധ പ്രകാരം ഞാൻ ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ് അസിസി ധ്യാന കേന്ദ്രത്തിൽ കേൾക്കാൻ പോയി, കറുവറ്റിയിലെ. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ വഴിതിരിവിന്റെ ഏറ്റവും വലിയ, എൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു ദിവസമായിരുന്നു അന്നത്തെ ആ ഒരു പ്രോഗ്രാം. അന്ന് കാലത്ത് മുതൽ വൈകിട്ട് വരെ ഇരുന്നപ്പോൾ, ഉച്ച വരെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ അടുക്കളയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് മനസ്സിലായി. അത് മാറ്റാൻ ഞാൻ അവിടെ തന്നെ വെച്ച് തീരുമാനം എടുത്തു. ഒപ്പം തന്നെ 4 മണി വരെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ, ബിസിനസ് ക്ലാസ് കിട്ടിയപ്പോൾ, ഈ ഒരു ഉൽപ്പന്നങ്ങൾ നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും, ചെലവിൽ നിന്നൊരു വരുമാനം ഒപ്പം നിങ്ങൾക്ക് ആളുകളിലേക്ക് എത്തിച്ചാൽ അതിലൂടെയും വരുമാനം നേടാൻ പറ്റുമെന്ന് സാറ് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായി. അങ്ങനെ 2016 ഒക്ടോബർ 30 ആർസിഎം എന്നൊരു പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങള് മാനസികമായിട്ടും സന്തോഷത്തോടു കൂടി കാലെടുത്ത് വെച്ചൊരു ദിവസമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മൾ ഓരോരുത്തരും. ഓക്കെ, അപ്പോ ഇനി നമ്മളെ ആർസിഎമ്മിൽ വന്നിട്ട് ഇനി എന്ത് ചെയ്യണം, ഞാൻ എന്താണ് ചെയ്തത്, അതാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇത് ഞാൻ ഇത്രയും സമയം നിങ്ങളോട് അനുഭവങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഇനി ഞാൻ ആർസിഎമ്മിൽ വിജയിക്കാൻ എന്ത് ചെയ്തു. നമ്മളുടെ അഖില മേഡത്തിന്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഒരുപാട് ലേഡി ടെക്നിക്കൽ അച്ചീവേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളത്, അല്ലെ? ലേഡി ടെക്നിക്കൽ അച്ചീവേഴ്സിനെ സൃഷ്ടിക്കുക, എമറാൾഡ് അച്ചീവർമാരെ സൃഷ്ടിക്കുക എന്നാണ് നമ്മളുടെ അഖില മേഡത്തിന്റെ ഏറ്റവും വലിയ ഡ്രീം. ആ ഡ്രീം ഫുൾഫില്ല് ചെയ്യാൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തത്, അതാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നിങ്ങൾക്ക് വായിക്കാൻ അറിയുന്ന ആളുകൾക്കൊക്കെ വായിക്കാം. എന്താ പറയാ, 1 ഡിസിഷൻ ക്യാൻ ട്രാൻസ്ഫോം യുവർ ലൈഫ്. നിങ്ങളൊന്ന് ഒരു തീരുമാനം ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറി മറയും, അത് ഉറപ്പാണ്. കാരണം ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോ ഞാനും സാറ് ഇരുന്ന് തയ്ക്കുന്ന ഒരു ഫോട്ടോ ആണ് പണ്ടത്തെ നിങ്ങൾ കാണാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ ചെയ്തിരുന്ന ജോലി എന്താണ്, മെയിൻ ആയിട്ട് ചെയ്തിരുന്ന ജോലി ടൈലറിങ് തന്നെയായിരുന്നു. അതിലൂടെ ടൈലറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നം, ഒരുപാട് പറഞ്ഞാൽ തീരില്ല അത്രയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം തന്നെ നമ്മൾക്ക് പൈസ നമ്മളുടെ കയ്യിലേക്ക് സേവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഫീൽഡിൽ ഇരിക്കുമ്പോൾ ഒരു ഡ്രീം കാണാം, ഒരു സ്വപ്നം കാണാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് വിധി എഴുതി വിട്ടിരിക്കുന്ന പോലെയാണ് ഓരോ വ്യക്തികളും നമ്മളോട് സംസാരിക്കുക. അതുകൊണ്ട് തന്നെ ഡ്രീം കാണാനോ പറയാനോ ഡ്രീം ഉണ്ട്, പക്ഷെ സൃഷ്ടിച്ച ഡ്രീം ആയിരുന്നു അന്ന് ആർസിഎമ്മിൽ വരുന്നതിന് മുൻപ്. പക്ഷെ ഈ ഒരു ടൈലറിങ് കൊണ്ട് നടന്നാൽ നമുക്ക് വലിയ ഡ്രീം ഒന്നും ഫുൾഫില്ല് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഡ്രീം കാണാൻ പോലും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക.
2016 എത്തി RCM തുടങ്ങി. ഇപ്പോൾ 2025 എത്തി നിൽക്കുകയാണ്. ഇനി 26 എത്തുമ്പോഴേക്കും നമ്മൾ എന്തായി തീരണം. അതാണ് ഞാൻ 2016 RCM തുടങ്ങുമ്പോൾ ഒന്നുമല്ലാതിരുന്ന ഞാൻ ഇന്ന് ഒരു നല്ലൊരു എന്നൊരു സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇത് RCM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ മഹിമ തന്നെയാണ്. അതിന് ഞാൻ ചെയ്ത കാര്യം ഇത്രയ്ക്കേ ഉള്ളൂ. 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തു. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ആലോചിച്ച് നോക്കുക, നമ്മൾ RCMന്റെ ഉൽപ്പന്നങ്ങൾ തന്നെയാണോ? ഇന്ന് ഇവിടെ കയറിയിരിക്കുന്ന ഓരോ വ്യക്തികളും RCM ഉൾക്കൊണ്ട് അല്ലെങ്കിൽ RCM പഠിക്കാൻ വന്നിരിക്കുന്ന ആളുകളാണ് അല്ലെ? ഈ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റിനും RCMന്റേതാണോ? ചിന്തിച്ചു നോക്കുക. ആരോടും പറയണ്ട. നിങ്ങൾ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കും പെന്നും എടുത്തിട്ട് നിങ്ങൾ എഴുതി നോക്കാം, ഞാൻ ഇന്ന് RCMന്റെ എത്ര ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്തു, ഇനി ഞാൻ എത്ര യൂസ് ചെയ്യാനുണ്ട്. നമ്മൾ ചിന്തിക്കുക. ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം, ഇതിന് മനസ്സിലാക്കിയതിന് ശേഷം തീർച്ചയായിട്ടും RCMന്റെ ഉള്ള ഉൽപ്പന്നങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളൂ. നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇല്ലാത്ത ഈ ഒരു പ്രൊഡക്റ്റുകൾ മാത്രം മാർക്കറ്റിൽ നിന്ന് മേടിക്കാനായിട്ട് തീരുമാനമെടുത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? എനിക്ക് പ്രൊഡക്റ്റില് വളരെ വളരെ വിശ്വാസം വന്നു. ഒന്ന്, നമ്മൾക്ക് വീട്ടിൽ കിട്ടിയ ഹെൽത്ത്. രണ്ട്, നമുക്ക് നിത്യം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെലവിൽ നിന്നൊരു വരുമാനം കിട്ടാനുള്ള ഒരു അവസരം RCMൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതും ചെയ്തു. അപ്പൊ ചെലവിൽ നിന്നൊരു വരുമാനം ആലോചിച്ച് നോക്കുക. 1000 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ RCMലേക്ക് മേടിക്കുമ്പോൾ മിനിമം നമ്മൾക്ക് MRPയിൽ മേടിച്ച പോലെ 750 രൂപയ്ക്ക് കിട്ടും. അത് നമുക്ക് RCMയുടെ ID എടുത്താൽ 500 രൂപയ്ക്ക് ആ പ്രോഡക്റ്റ് നമ്മുടെ കുടുംബത്തിൽ എത്തുമെങ്കിൽ മറ്റു ഷോപ്പുകളിൽ കൊണ്ടുകൊടുക്കുന്ന പൈസ സേവ് ചെയ്യാൻ ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെയാണ് 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അതിലൊരു വിശ്വാസം വന്നു. ഒപ്പം എനിക്ക് ഈ ഒരു പ്രസ്ഥാനം കയ്യിലേക്ക് തന്ന എന്റെ ഗിരീഷ് സാറിനെ, ജിഷ മേഡത്തിനെ ഒരുപാട് കണ്ണുമടച്ച് വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും വിശ്വസിക്കുന്നു. സാറും മേഡം എന്തു പറയുന്നു അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് എന്റെ അറിവും കഴിവും വെച്ച് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്തെങ്കിലും പോരായികൾ ഉണ്ടെങ്കിൽ എന്റെ ലീഡേഴ്സ് തന്നെ നേർവഴിക്ക് നടത്തും എന്നുള്ളൊരു വിശ്വാസം ഇന്നും അന്നും എനിക്ക് ഗിരീഷ് സാറിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് RCMൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത്. പറയൂല്ലേ, നമ്മൾക്ക് പ്രൊഡക്റ്റിൽ മാത്രം വിശ്വാസം മതിയോ? ലീഡേഴ്സിൽ വിശ്വാസം വേണം. ഒപ്പം നമ്മുടെ കമ്പനിയിൽ നമുക്ക് വിശ്വാസം വേണം അല്ലെ? കമ്പനി ഓരോ പ്രൊഡക്റ്റുകൾ ഇറക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം, നമ്മളുടെ കുടുംബത്തെ ആരോഗ്യം സംരക്ഷിക്കാനാണ് എന്നുള്ളൊരു ബോധ്യം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് സിസ്റ്റത്തിൽ വിശ്വാസം വേണം. സിസ്റ്റത്തിലും കൂടി വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം ഇതൊക്കെ ലീഡേഴ്സിനുള്ള വിശ്വാസം, ഗിരീഷ് സാറ് പറഞ്ഞ ഓരോ വാക്കുകളും തട്ടിക്കളയാതെ 100% ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോയപ്പോ എനിക്ക് മനസ്സിലായി, രാജൻ സാറ് പറഞ്ഞു തന്ന ഡോക്ടർ രാജൻ സാറിനെ ഒരിക്കലും എനിക്ക് മറക്കാനോ ഓർക്കാതിരിക്കാനോ കഴിയില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം കാണിച്ചു തന്ന, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ ആരോഗ്യം കിട്ടുമെന്നും വരുമാനം കിട്ടുമെന്നും എനിക്ക് കാണിച്ചു തന്നൊരു വ്യക്തിയാണ് ഡോക്ടർ രാജൻ സാറ്. രാജൻ സാറിന് വളരെ സന്തോഷത്തോടു കൂടി, വളരെ നന്ദിയോടുകൂടി ഈ ഒരു നിമിഷം ഞാൻ സ്മരിക്കുകയാണ്. അദ്ദേഹം കാണിച്ചു തന്ന വഴികളിലൂടെ ഗിരീഷ് സാറ് കൈപിടിച്ച് നടത്താൻ ഉണ്ടായിപ്പോ സാറ് പറഞ്ഞു, പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യണം, ഉപയോഗിച്ചാൽ മാത്രം പോരാ, നമ്മൾ സെയിൽ ചെയ്യണം, ആളുകളിലേക്ക് എത്തിക്കണം. ഞാൻ എൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലേക്കും ഞാൻ ഈ പ്രൊഡക്റ്റ് വീടാന്തരം കയറി എത്തിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ തുടക്കം മുതൽ 5000 PV ചെയ്യാനുള്ള കഴിവ് ഞങ്ങളിലേക്ക് വന്നു. കാരണം എന്താ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റും കൊണ്ട് ചെല്ലുമ്പോൾ അവര് നമ്മൾ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും മനോജ് സാറും ഒപ്പാണ് പോവാ. സെയിലിന് പോയാലും ഒപ്പം പോവും, മീറ്റിങ്ങിന് പോയാലും ഒപ്പം പോവും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോവാൻ മടിയാ. കാരണം എന്താ, എന്നും ഞങ്ങള് ഒരുമിച്ചാണ് ഏത് ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ 5000 PVയിലേക്ക് കടന്നു. 5000 PVക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, ഈസി ആയിട്ട്. കാരണം അന്ന് ഞങ്ങൾ RCMലേക്ക് വരുന്ന 300 പ്രൊഡക്റ്റ് ഉള്ളൂ.
ഇന്ന് പക്ഷെ 10,000-ലധികം പ്രൊഡക്റ്റാണ് നമ്മൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് വിജയിക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമാണ്. അന്ന് ആ 300 പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മൂർത്തി സാറൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 5 പ്രൊഡക്റ്റ് ഉള്ളപ്പോൾ വന്നു, 20 പ്രൊഡക്റ്റ് ഉള്ളപ്പോൾ നമ്മുടെ സുജിത് സാറ് വന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒന്നും കൂടിയും കൂടുതൽ പ്രൊഡക്റ്റ് ഉള്ളപ്പോൾ വന്ന വ്യക്തികളാണ്. അപ്പൊ 300 പ്രൊഡക്റ്റ് ഉള്ളപ്പോൾ വന്ന് ആ ഒരു പ്രൊഡക്റ്റിലുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ വീടാന്തരം ഈ ഒരു പ്രൊഡക്റ്റിന് എത്തിക്കാൻ റെഡിയായി. അതിന്റെ അടിസ്ഥാനത്തിൽ 5000 PV-യും 10,000 PV-യിലേക്കും എത്താനുള്ള ഒരു കഴിവ് ഞങ്ങളിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങള് ഗിരീഷ് സാറ് ഞങ്ങളെ വിളിക്കും. ഗിരീഷ് സാറ് ഞങ്ങളോട് ആദ്യം പറഞ്ഞൊരു കാര്യം, സെയിലിനൊക്കെ ഇറങ്ങി നല്ല കപ്പാസിറ്റിക്ക് ആയി കഴിഞ്ഞ് ഞങ്ങൾക്ക് മീറ്റിങ്ങൾ തരുമ്പോ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡ്രീം എഴുതണം അനിരുദ്ധ സാറേ, ഷൈനി മാഡം ഡ്രീം എഴുതണം. അത് എന്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് സെയിൽ ചെയ്യാനായിട്ട് നമ്മൾ മടി കാണിക്കാതെ നമ്മൾ സെയിലിന് പോവാനായിട്ട് റെഡി ആവുക. കാരണം വീടാന്തരം നമ്മുടെ പ്രൊഡക്റ്റിൽ എത്തിക്കുമ്പോഴാണ് നമ്മളുടെ മടി മാറാൻ. ആര് മേടിച്ചില്ല എന്നൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മുടെ മടി മാറ്റുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഇതൊന്നും ശീലമില്ലാത്ത കാര്യമാണ് അല്ലെ. നമ്മള് ആളുകളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുക എന്ന് പറയുന്നത് നമുക്ക് ശീലമില്ലാത്ത കാര്യമാണ്. കാരണം എന്താ, നമ്മള് ഓൾറെഡി വീട്ടില് സെറ്റ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ടൈലറിങ് ചെയ്യുന്ന ആളുകള്, ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന ആളുകള്, ഒത്തിരി പല മേഖലയിലും വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യത്തിൽ എപ്പോഴും കമ്മിറ്റഡ് ആണ്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റും കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ ഇറങ്ങിയേ മതിയാവൂ. ആരും അകലേക്ക് പെട്ടെന്ന് പോവാന്ന് തീരുമാനം എടുക്കരുത്. നമ്മൾ നമ്മുടെ മടി മാറ്റി ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറയാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മൾക്ക് എന്തുണ്ടാവുക, നമ്മളുടെ മടി മാറി കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനോടും ഈ ഒരു സിസ്റ്റത്തിനോടും നമ്മുടെ ലീഡേഴ്സിനോടും കൂടുതൽ ഇഷ്ടം തോന്നും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് ശേഷം നമ്മുടെ ലീഡേഴ്സ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ള ഒരു കാര്യം, എത്രയും ആളുകളുടെ വീടുകളില് അല്ലെങ്കിൽ എത്രയും നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ വീടുകളില് എത്ര ഹോം മീറ്റിംഗ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നോ അതായിരിക്കും നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം. കാരണം ഞാൻ അനിരുദ്ധ സാർ ആർസിമിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഗിരീഷ് സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗിരീഷ് സാറ് അന്ന് എന്താ പറയാ, ഗിരീഷ് സാറിന് അന്നും തിരക്കാണ്. കാരണം ഞങ്ങൾ മാത്രമല്ലല്ലോ, ഒത്തിരി ലീഡേഴ്സ് സാറിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സാറിന്റെ ഒരു ഇത്തിരി സമയം കിട്ടിയപ്പോ സാറ് ഞങ്ങളെ വിളിച്ചിട്ട് പറയും, ഇന്ന് 10 മണിക്ക് വിളിച്ചിട്ടായിരിക്കും പറയുന്നത്, 2 മണിക്ക് ഇന്ന് ഒഴിവുണ്ട്, ഹോം മീറ്റിംഗ് റെഡി ആക്കിക്കോ, ഞാൻ വരുന്നുണ്ട്. അന്ന് ഞങ്ങൾ ചെയ്തൊരു കാര്യം വേണ്ട എന്ന് ഒരിക്കലും ഗിരീഷ് സാറിനോട് പറഞ്ഞിട്ടില്ല. സാറിന് എപ്പോ സമയം തരുന്നോ ആ സമയമൊക്കെ ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സാറ് പറയും ഹോം മീറ്റിംഗ് വയ്ക്കാൻ പറയും. ഞാൻ തൊഴിലുറപ്പിന് പോയത് കൊണ്ട് എനിക്കൊരു ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയ ഒരു കാര്യം, ആ തൊഴിലുറപ്പ് ചെയ്യുന്ന ചേച്ചിമാരുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഹോം മീറ്റിംഗ് വെക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനെന്താ ഷൈനിയെ, നീ ഇവിടെ വെച്ചോളൂ. നമ്മുടെ ആവശ്യം എന്താ, ഈ ഒരു പ്രസ്ഥാനത്തെ അവരെ മനസ്സിലാക്കിച്ചു കൊടുക്കുക, അതല്ലേ നമ്മുടെ ആവശ്യം. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരിൽ 50 ചേച്ചിമാരായിട്ട് എനിക്ക് നല്ല റിലേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 50 വീടുകളും മാക്സിമം ഞാൻ ഹോം മീറ്റിംഗ് വെച്ചിട്ടുണ്ട് തുടക്കകാലങ്ങളിൽ. ആ ഹോം മീറ്റിങ്ങിലൂടെ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം തോന്നും. ഓരോ ചേച്ചിമാരും നമ്മളോട് ഇത് പറയുമ്പോ, ചെയ്തോളൂ എന്ന് പറയുമ്പോ ഇപ്പോഴുള്ള ആളുകൾ അങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളില്ല. പക്ഷെ ഞാനൊരു സാധാരണക്കാരിയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തായിട്ട് ഇങ്ങനെ രക്ഷപ്പെട്ടോട്ടെ എന്നൊരു മനോഭാവം എൻ്റെ എല്ലാ ചേച്ചിമാർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെന്ന് ഹോം മീറ്റിംഗ് വെക്കും, ഫോളോപ്പ് ഞങ്ങള് നിർബന്ധമായിട്ടും ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞങ്ങൾ അവിടെ വെച്ചിട്ട് കുറച്ച് ചേച്ചിമാരുടെ ജോയിനിങ് മാത്രമേ, തൊഴിലുറപ്പിൽ പ്രൊഡക്റ്റുകൾ കൊണ്ടുപോയി ഘോരം പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. പക്ഷെ സംസാരിക്കുകയാണെങ്കിൽ ഒരൊറ്റ ചേച്ചിമാരും എൻ്റെ കൂടെ ജോയിൻ ആയില്ല എന്നുള്ള ഏറ്റവും വലിയ സത്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞത് അവർക്ക് എത്ര മനസ്സിലായിട്ടുണ്ടാവുന്നു. എന്നിരുന്നാലും അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അവരെന്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കാൻ തയ്യാറായത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് പ്രൊഡക്റ്റ് മേടിച്ചെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും നിങ്ങൾ പറഞ്ഞ ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങിക്കും, അത് ഗ്യാരണ്ടിയാണ്. ഒരു പക്ഷെ അവർ തുടർന്ന് മേടിക്കണമെന്നില്ല, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് അവിടെ സെയിൽ ചെയ്യാനായിട്ട് ആ ചേച്ചിമാരുടെ അടുത്ത് ചെന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ട്രൈ ചെയ്ത് വിജയിച്ച ആളാ. എൻ്റെ കൂടെ അവരൊന്നും ജോയിൻ ആയില്ല. എന്നാലോചിച്ച് നോക്കിയേ,
ഒന്നും ജോയിൻ ആയില്ല. പക്ഷെ എനിക്ക് അവിടെ നിന്ന് എനിക്ക് 25,000 PV കൺവെർട്ട് ആവാൻ പറ്റി. നമ്മൾ 5,000 ചെയ്യാൻ പറയുമ്പോൾ ചെയ്യാൻ പറ്റാത്ത ലീഡേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ വീട്ടിൽ 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല, ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ല. ചില ലീഡർമാർ പറയും 5,000 PV എങ്ങനെ ചെയ്യാനാ ഭഗവാനെ എന്ന് ചോദിക്കും. ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ, വായില് വരുന്ന കാര്യങ്ങൾ ആർസിയം മാത്രമായിരിക്കണം. വാ തുറക്കുന്ന 2 കാര്യത്തിനായിരിക്കണം. ഒന്ന് ആർസിയം നല്ലതാണെന്നും, ഒന്ന് നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും മാത്രം വാ തുറക്കുക. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ പല കാര്യങ്ങളിൽ കമ്മിറ്റഡ് ആയ നമ്മൾക്ക് ഈ ഒരു കാര്യം പറയില്ലേ, 100 പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിക്ക് 101ാമത്തെ പ്രശ്നമായിട്ട് തലയിലേറ്റി വെക്കാൻ ആർസിഎമ്മിനെ കൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അൺലിമിറ്റഡ് ആയിട്ട് ഇൻകം ലഭിക്കാനുള്ള ഒരു അവസരം ആർസിഎം ഒരുക്കി വെച്ചിട്ടുണ്ട്. തുടക്കക്കാർക്ക് അത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഗിരിസാറ് പറഞ്ഞു MRP വിറ്റാലും നമുക്ക് പൈസ കിട്ടും. 25,000 PV MRP വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ, നമ്മൾ 20% പ്രോഫിറ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. നിങ്ങളുടെ കയ്യിൽ ഒരു പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 4 കള്ളി ഉണ്ടെങ്കിൽ 4 കള്ളിയിലും പൈസ ഉണ്ടാവും. 1 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട വരില്ല. സെയിൽ ഫോക്കസ് ചെയ്താൽ ആ സെയിൽ ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഹോം മീറ്റിംഗ് നടത്താനുള്ള ഒരു അവസരം അവിടെ ഒരുങ്ങി വരും. നമ്മൾ ഈ സെയിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഹോം മീറ്റിംഗ് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ ഹോം മീറ്റിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ സെയില് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഏറ്റെടുത്തേ മതിയാവും. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ്, നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ്, ആരും ഉപയോഗിക്കാത്ത ഒരു പ്രൊഡക്റ്റും കൊടുക്കാൻ നമ്മുടെ കമ്പനി ആവശ്യപ്പെടുന്നില്ല. MD എന്താ പറയുന്നത്, നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ്, ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കൂ. ഞാൻ 2016 ഗിരിസാർ 17 ഗിരിസാറിന്റെ കൂടെ ബിൽവാരിക്ക് പോയപ്പോ അന്ന് MD പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പ്രൊഡക്റ്റിലെ വീട് വീടാന്തരം 5 വർഷത്തെ ഒരു കോഴ്സായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ 5 വർഷത്തിന് ശേഷം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഞാൻ സംരക്ഷിക്കും. ഇന്ന് അനുസാറിന്റെ ഷൈനി മാഡത്തിന്റെ കുടുംബം സംരക്ഷിച്ചു പോകുന്നത് TCGയാ. അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല, കാരണം ഹിന്ദി ആയിരുന്നു. ഞാൻ മലയാളം മാത്രം കൊണ്ട് നടക്കുന്ന എനിക്ക് ഹിന്ദി പറഞ്ഞ മനസ്സിലാവോ? പക്ഷെ എന്റെ ഗ്രേറ്റ് ലീഡർ അന്നും എനിക്ക് തുണയായിരുന്നു. അന്നും നമ്മുടെ മൂർത്തി സാറും ഒപ്പം നമ്മുടെ ഗിരീഷ് സാർ അന്ന് ആ വേദിയിൽ ഉണ്ടായത് കൊണ്ട് മൂർത്തി സാറിന്റെ ട്രാൻസ്ലേഷനോടെ എനിക്ക് മനസ്സിലായി MD പറഞ്ഞ കാര്യം ഇതാണെന്ന്. ഞാൻ വിശ്വസിച്ചില്ല. കാരണം എന്താ, ഞാൻ തുടക്കക്കാരിയല്ലേ, വിശ്വസിക്കോ? പിന്നെ നമ്മൾ വിശ്വസിക്കും അല്ലെ. പക്ഷെ ഞാൻ അതൊരു ടാർഗറ്റ് ആയിട്ട് ഏറ്റെടുക്കാൻ എനിക്ക് പറ്റിയപ്പോ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം ഞാൻ പിന്നാലെ നിങ്ങളെ കാണിച്ചു തരും. ഈ പ്രോഗ്രാമിൽ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹോം മീറ്റിംഗ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഹോം മീറ്റിംഗ് എത്ര നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നുവോ, 1-to-1 മീറ്റിംഗ് നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുന്നുവോ, 1-to-1 മീറ്റിംഗ് 1-2 പേരടങ്ങുന്ന ആൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതൊരു ഹോം മീറ്റിംഗ് ആണ്. എല്ലാവരുടെയും തെറ്റിദ്ധാരണ, എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു ലീഡർ വിളിക്കുമ്പോ ഈശ്വര 20-30 പേരില്ലെങ്കിൽ എങ്ങനെ ഒരു ഹോം മീറ്റിംഗ് നടത്തും? അതൊന്നും അല്ല. ഹോം മീറ്റിംഗില് ഒറ്റ കാര്യം നമ്മൾ ചെയ്യണ്ടു, നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പഠിക്കുക, പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കുക, നിങ്ങൾ 2 പേരെടുത്തി നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലീഡേഴ്സിനെ കൊണ്ടുവരാ, നമ്മുടെ വീട്ടില് ഹോം ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഹോം ഷോപ്പ് വിട്ടൊരു കളി കളിക്കരുത്. തുടക്കക്കാർ ഒട്ടും കളിക്കരുത്. തുടക്കക്കാർ ആരും ഡിസ്പ്ലേ വാളിലേക്ക് ആദ്യം കയറി ചെല്ലരുത്. അത് നമ്മൾ ഒന്ന് പക്വതയായതിനു ശേഷം നമുക്ക് ലീഡേഴ്സ് തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തുടക്കക്കാർ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ, ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോം ഷോപ്പ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ വെക്കുക. ഞാൻ ചെയ്തത് അതാ. ഞാൻ കടയിൽ പോയി പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ വെച്ച് ആ ഹോം ഷോപ്പിൽ നിന്ന് പ്രൊഡക്റ്റുകൾ കൊണ്ടുപോയി സെയിൽ ചെയ്ത് 25,000 PV കംപ്ലീറ്റ് ചെയ്ത ആളാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഹോം മീറ്റിങ്ങിന് വരുന്ന ആളുകളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രെയിനിങ്ങിന് എത്തിക്കാനായിട്ട് നമ്മുടെ ലീഡേഴ്സ് തരുന്ന ട്രെയിനിങ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റിംഗ് പ്ലാൻ, കമ്പനി പ്രൊഫൈല്, പ്രൊഡക്റ്റ് വില വ്യത്യാസം, കമ്പനിയുടെ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നും നിങ്ങൾ പേടിക്കണ്ട, എഴുതി പഠിക്കാൻ ഒന്നുമില്ല, കേട്ടു പഠിച്ചാൽ മതി. നമ്മളൊന്ന് പക്വതയായത് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എഴുതി തുടങ്ങിക്കോ. പക്ഷെ എഴുതി പഠിക്കുന്നവർ വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകും. ചില ആളുകൾ RCM വിജയിക്കാൻ ഒരു വിദ്യാഭ്യാസം വേണ്ട. കാരണം ഞാനും അനിരുദ്ധ സാറിന്റെ വിദ്യാഭ്യാസം, എനിക്ക് 10ാം ക്ലാസ്, അനിരുദ്ധ സാറിന്
8ാം ക്ലാസ്സും വിദ്യാഭ്യാസമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇന്ന് ഈ നിലയിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ഗിരീഷ് സാറ് തന്ന ട്രെയിനിങ്ങാ. എഴുതൂ, മാർക്കറ്റിംഗ് പ്ലാൻ എഴുതൂ, സാറ് കാണിച്ചു തരും. വിറച്ചാണെങ്കിൽ എഴുതിയപ്പോ എന്ത് സംഭവിച്ചു? നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ലീഡേഴ്സിന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് ഞാനും അനിട്ട് സാറ് നേടിയെടുത്തു. അതുകൊണ്ടല്ലേ ഇന്ന് ഏത് വേദിയിലും നിന്ന് സംസാരിക്കാൻ പേടിയില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നേ. ഈ ഹോം മീറ്റിങ്ങിൽ നിന്ന് നമ്മൾ ഹോൾ മീറ്റിങ്ങിലേക്ക് ആളുകളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകണം. ഞാൻ 10 മീറ്റിങ്ങിന് ആരെയും കൊണ്ടുപോയിട്ടില്ല. 10 മീറ്റിങ്ങിന് നമ്മൾ ചിന്തിക്കുക, 10 മീറ്റിങ്ങിന് ആരും കൊണ്ടുപോകാതെ ഞാൻ പോയപ്പോ എന്നോട് മൂർത്തി സാർ ഒരു ദിവസം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ എന്നൊരു സാറും ചെന്നപ്പോ, ഇന്ന് ആരും കൂടെ വന്നില്ലല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ ചിരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. ചിരിച്ചുകൊണ്ട് ഞങ്ങളും മറുപടി പറഞ്ഞു, ഒരുപാട് വ്യക്തികൾ വിളിച്ചു സാറേ, പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല കാലത്ത് വിളിച്ചിട്ട്. പക്ഷെ അന്ന് മൂർത്തി സാറ് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് തന്നത്, ആര് വന്നില്ല എന്ന് നിങ്ങൾ ആരും നോക്കണ്ട, നിങ്ങൾ ഹോളിലുണ്ടോ, നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി 10 പ്രോഗ്രാമിനാണ് ആരുമില്ലാതെ ഞങ്ങൾ പോവാൻ തുടങ്ങി. അതിനുശേഷമാണ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി തുടങ്ങി പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ കൂടെ ആര് വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ചേച്ചിമാര് വന്നു തുടങ്ങി. തുടക്കകാലങ്ങളിൽ 25,000 PV ചെയ്യുന്ന 5 ചേച്ചിമാരായിരുന്നു ഞങ്ങളുടെ കൂടെ. നിങ്ങൾ ചിന്തിക്കുക, ഞാനത് 25 ചെയ്തത് കൊണ്ടല്ലേ അവര് 25 ചെയ്യാൻ തയ്യാറായ. തൊട്ടയിലൊക്കത്ത് 4 ചേച്ചിമാരായിരുന്നു. തൊട്ടയിലൊക്കത്ത് ഞങ്ങൾ 25,000 ചെയ്യുന്നു. എന്റെ തൊട്ടയിലൊക്കത്തുള്ള 4 ചേച്ചിമാര്. ഒരു ചേച്ചി തൊഴിലുറപ്പിന് പോകുന്നു, ഒരു ചേച്ചി ലോട്ടറി വിൽക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 3 ചേച്ചിമാരുണ്ടായിരുന്നു അതില് തൊഴിലുറപ്പ് ചെയ്യാൻ. എന്റെ തൊട്ടയിലൊക്കത്താണല്ലോ. അവർക്ക് വേണ്ടി ഞാൻ സഹതാപം കൊണ്ട് ഞാൻ സബ് സെന്റർ സ്റ്റാർട്ട് ചെയ്ത ആളാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. 25,000 PV വീട് വീടാന്തരം ഞാൻ ചെയ്ത 4 ഏരിയയും 4 ആൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പുറത്തേക്ക് ബിസിനസ്സിലേക്ക് കടന്നുപോയ വ്യക്തികളെ ഞാനും സാറും. ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക്? 25,000 PV ചെയ്തുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ട്രെയിനിങ്ങിനും അതോടൊപ്പം തന്നെ നമ്മള് ഹോൾ പ്രോഗ്രാമിനും വളരെ വളരെ ഇമ്പോർട്ടന്റ് നമ്മൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ അതിലേക്ക് ആളുകളെ എത്തിക്കാൻ നമുക്ക് സാധിക്കും. എനിക്ക് ആർസിയിലേക്ക് കടന്നു വന്നപ്പോ ആദ്യം കിട്ടിയത് അല്ലെ ഹെൽത്ത് ആണ് കിട്ടിയത്. ആ ഹെൽത്ത് കിട്ടാൻ വേണ്ടി ഞാൻ സബ് സെന്റർ തുടങ്ങി. ഇത് നോക്ക, ഈ ഒരു ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഇതില് അനിരുദ്ധ സാറുണ്ട്, ഗിരീഷ് സാറുണ്ട്, സുനന്ദൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് എന്റെ അളിയൻ, ഞാൻ നിൽക്കുന്നുണ്ട്, ശൈലജ എന്ന് പറഞ്ഞൊരു ചേച്ചി നിൽക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ ഞാനും അനിരുദ്ധ സാർ ആദ്യമായിട്ട് പിൽവാരിക്ക് ഗിരീഷ് സാറ് ഞങ്ങൾ കൊണ്ടുപോയതാ. ഇത് ഇന്ത്യ ഗേറ്റിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഈ ഇന്ത്യ ഗേറ്റ് കണ്ടപ്പോ സത്യം പറഞ്ഞ ഞാൻ കരഞ്ഞുപോയി. അവിടെ ഇങ്ങനെ ദീപമൊക്കെ കെടാണ്ട് നിൽക്കുന്ന കണ്ടപ്പോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് കൊണ്ട് ഗിരീഷ് സാർ എന്നെ പറഞ്ഞു കൊണ്ടുപോയത് എന്താണെന്നറിയോ? ആഗ്ര കാണിച്ചു തരാം, താജ്മഹൽ കാണിച്ചു തരാന്ന് പറഞ്ഞു കൊണ്ടുപോയേ. പക്ഷെ ഇതൊക്കെ ഞങ്ങള് കണ്ടു. ഇന്ന് ഈ നിൽക്കുന്ന വ്യക്തികളെ ഞാനും അനിരുദ്ധ സാറും ഗിരീഷ് സാറും മാത്രമേ അർച്ചനയിലുള്ളൂ. എന്തുകൊണ്ടാ മറ്റുള്ളവരില്ലാത്ത? അവർക്ക് ആഗ്രയും താജ്മഹലായിരുന്നു അവരുടെ മനസ്സില്. ഞങ്ങളിവിടുന്ന് അവിടെ ചെന്ന് ആഗ്രയിൽ ചെന്നപ്പോ ഞങ്ങൾ അവിടെ ഒരു സാഹിത്യത്തിനൊക്കെ പരിചയപ്പെട്ട് ഞാനും ശൈലജ ചേച്ചിയും കൂടി നിൽക്കുന്ന ഫോട്ടോ ആണ് താഴെ. നിങ്ങൾ നോക്കിയാൽ അന്നത്തെ ഷൈനിമേടാണോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കണമെന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ആണോ? ആലോചിച്ച് നോക്കിയാൽ. പക്ഷെ ഇതൊക്കെ നമ്മൾക്ക് കിട്ടിയത് അന്നും ക്യാമറയിൽ ഇങ്ങനെ പതിപ്പിച്ചെടുക്കാനായിട്ട് അന്നും ഗിരീഷ് സാറും എടുക്കണായിരുന്നു. എന്റെ ലീഡർ, എന്റെ അഭിമാനം എന്ന് പറയില്ലേ, ഗിരീഷ് സാർ തന്ന ഫോട്ടോ എനിക്കിത്. അന്ന് ഞങ്ങളുടെ കയ്യിൽ ഫോണില്ലല്ലോ. നോക്കിയ കാണാത്ത നോക്കിയ ഫോണും കൊണ്ടാണ് ഞാൻ ആർസബിലേക്ക് കടന്നു വന്നത്. പിന്നെ എവിടുന്ന് ഫോട്ടോ എടുക്കാൻ? എന്റെ ഗിരീഷ് സാർ തന്ന ഫോട്ടോ ഇതൊക്കെ. ഇവിടെ നിന്ന് ഞങ്ങള് ബിവാരയ്ക്ക് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ആഗ്രയും താജ്മഹലിനേക്കാളും ഒക്കെ വലിയൊരു പ്രസ്ഥാനമാണ്, അതിലും വലിയൊരു സംഭവമാണ് RCM വേൾഡ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അന്ന് ഞങ്ങള് ബിൽവാരിക്ക് പോകുമ്പോ
ഡോക്ടർ രാജൻ സാറിന്റെയും സജിത മേഡം, സുമതി മേഡം അങ്ങനെ അടങ്ങുന്ന കുറച്ച് ലീഡേഴ്സിന്റെ കൂടെയാണ് ഓൾറെഡി ഞങ്ങള് ബിൽവാരിക്ക് പോയത്. തിരിച്ചു പോന്നപ്പോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നൊരു കാര്യം ഡോക്ടർ രാജൻ സാറിന്റെ ആ ഒരു പ്രോഗ്രാമുകള്, ട്രെയിനിൽ ഉണ്ടാകുന്ന ട്രെയിനിങ്, അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ട്രെയിനിൽ ഉണ്ടാകുന്ന ട്രെയിനിങ്, ആ ട്രെയിനിങ്ങിലൂടെ എനിക്ക് മനസ്സിലായി ഇത് ഞങ്ങള് രണ്ടാമത്തെ വട്ടം പോയതാണ് കേട്ടാ. ഇത് നമ്മുടെ ടീമംഗളെയും കൂട്ടി രണ്ടാമത്തെ വട്ടം ബിൽവാരയ്ക്ക് പോയതാ. ഫസ്റ്റ് ട്രിപ്പ് പോയി വന്നപ്പോ ഞാൻ ചെയ്ത കാര്യങ്ങള് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം, കാരണം ഇത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രിപ്പില് രാജൻ സാറ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഈ ഒരു ട്രെയിനിലാണ് ഞങ്ങൾ അന്ന് വരുന്ന. ആ ട്രെയിനിൽ ഞങ്ങൾ യാത്ര ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജൻ സാർ പറഞ്ഞു തന്നൊരു കാര്യം, ഈ ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി, ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു മനോഭാവത്തോടു കൂടി ഷൈനിമയുടെ അനിരുദ്ധ സാറ് മുന്നോട്ടേക്ക് പൊക്കോളൂ, ഇത് നിങ്ങളുടെ ലാസ്റ്റ് വണ്ടിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുന്നത്, ഇത് നിങ്ങളുടെ ലാസ്റ്റ് വണ്ടിയാണ്. സത്യമായിരുന്നത് ലാസ്റ്റ് വണ്ടി തന്നെയായിരുന്നു. ആ പറഞ്ഞൊരു വാക്കും ഗിരീഷ് സാറ് ഞങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ആണ് ഇന്ന് അവിടെ നിന്ന് വന്നു ഞങ്ങള് സബ് സെന്റർ ആരംഭിച്ചു. ആ സബ് സെന്ററിലേക്ക് പൈസ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. നമ്മളൊരു സാധാരണക്കാര് ടൈലറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എവിടുന്ന പൈസ എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കാണുന്ന സബ് സെന്റർ ഞങ്ങളുടെ ടൈലറിങ് ഷോപ്പിന്റെ പകുതി ഭാഗമാണ്. ഇതിലേക്ക് പ്രൊഡക്റ്റ് ഇറക്കി വെക്കണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ അനിരുദ്ധ സാറ് എന്നോട് ഞാൻ പറഞ്ഞു, അന്ന് സ്വർണങ്ങളൊക്കെ കയ്യിലുള്ളത് കൊണ്ട് സാറിനോട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, എൻ്റെ മാലയും ഒരു വളയും കൊണ്ടുപോയി നിങ്ങൾ പണയം വെച്ചിട്ട് പ്രൊഡക്റ്റ് എടുക്കാനാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ പണയപ്പാട് കൊണ്ട് വെക്കാൻ ചെന്നപ്പോ ആ വ്യക്തി സാറിനെ കളിയാക്കിയപ്പോ സാറിന് ഭയങ്കരമായിട്ട് ഫീലായി എന്നോട് വന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇനി ചേട്ടൻ ആരുടെ അടുത്തും കെഞ്ചണ്ട, കൊണ്ടുപോയി വിറ്റോളം പറഞ്ഞു. അങ്ങനെ 60,000 രൂപയ്ക്ക് എൻ്റെ സ്വർണം വിറ്റ് എൻ്റെ സാൽച്ചയും വിറ്റിട്ടാണ് ഞാൻ ആർസിമിൽ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. എന്ന് കണ്ടിട്ടാണ് ഞാനത് ഇറക്കിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ കമ്പനി കണ്ട ഒരു വിശ്വാസം, എൻ്റെ ലീഡറിലുള്ള വിശ്വാസമൊക്കെ എനിക്ക് വന്നപ്പോ എനിക്ക് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ കിട്ടും, പോയാലും വന്നാലും എൻ്റെ അല്ലേ പോകുന്നേ, പണിയെടുത്താൽ മേടിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി സബ് സെന്റർ ആരംഭിച്ചതാണ് 2017. ഈ സബ് സെന്റർ ഞാൻ അവിടെ സെറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന പ്രൊഡക്റ്റിൽ ഇരിക്കുന്ന റാക്കൊക്കെ എനിക്ക് തന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ സുരേന്ദ്രൻ സാറാണ്. ഒന്ന് ചിന്തിച്ചു നോക്കാം, സുരേന്ദ്ര സാറിന്റെ ഷോപ്പിന്റെ റാക്ക് കാര്യങ്ങൾ, ചില്ല് കാര്യങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എനിക്ക് പ്രൊഡക്റ്റ് വെക്കാൻ സുരേന്ദ്ര സാർ ആരാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ക്രോസ് ലൈനാ നമ്മൾ പറയും, ലവ് ലൈൻ എന്ന് പറയൂല്ലേ. അന്ന് മുതലേ സുരേന്ദ്ര സാറായിട്ട് ഇന്നും ഞങ്ങൾക്കുള്ള ഒരു ബന്ധം എത്ര കണ്ട ആഴത്തിലാണെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷെ അത്രയ്ക്കും അടുപ്പമാണ് ആര് തമ്മിൽ, സുരേന്ദ്ര സാറും ഞങ്ങളും ഫാമിലിയും തമ്മിൽ. അപ്പൊ ആരെങ്കിലും ഒക്കെ നമ്മൾ സഹായിക്കാനായിട്ട് ആർസിമിൽ ഉണ്ടാവും. സുരേന്ദ്രൻ സാറിന് ആർസിമിന്റെ സാധ്യത മനസ്സിലായത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സഹായിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ ഗിരീഷ് സാറും സുരേന്ദ്ര സാറും ടീമും ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ആളുകളൊക്കെ വിളിച്ചു, ആരും വന്നില്ല. കാരണം എന്താ, ആർസിമല്ലേ എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളൊരു ധാരണയിലാണ് ആളുകൾ, ആരും വന്നില്ല വിളിച്ചിട്ട്. പക്ഷെ എന്റെ ആർസിഎം ഫാമിലി കുടുംബം, സുരേന്ദ്രൻ സാർ അടങ്ങുന്ന എന്റെ ആർസിഎം ഫാമിലി എനിക്ക് ഞങ്ങൾക്കിടെ വീട്ടിലെ പ്രോഗ്രാം വെച്ചപ്പോ മൂർത്തി സാർ ഈ ഒരു സബ് സെന്റർ ഓപ്പൺ ചെയ്യുമ്പോൾ അന്ന് 8,000 രൂപയുടെ സെയില് ഈ സബ് സെന്ററിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു. അവിടെ ചുറ്റുവട്ടത്തുള്ള അധികം ആളുകൾ ഒന്നും പർച്ചേസ് ചെയ്യാതെ കണ്ട് 2.5 ലക്ഷം രൂപയുടെ സെയില് കൊണ്ടുവരാനായിട്ട് ആർസിമിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് ഞങ്ങളുടെ ആർസിമിന്റെ തുടക്കം. ചുറ്റുവട്ടത്ത് 25,000 PV ചെയ്ത് 4 ചേച്ചിമാർക്ക് വേണ്ടി സബ് സെന്റർ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ. ഇന്ന് 4 ചേച്ചിമാരും ഞങ്ങളുടെ കൂടെ ഇല്ല, വർക്കിനില്ല, പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവർ വീട്ടിൽ ഒതുങ്ങിക്കൂടി മുന്നോട്ടേക്ക്. അതിൽ ഒരാൾ മാത്രം റോയൽറ്റി അച്ചീവറായി. ആലോചിച്ച് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചി മാത്രം, ഭാരതി എന്ന് പറഞ്ഞ ചേച്ചി മാത്രം റോയൽറ്റി അച്ചീവർ. ബാക്കി എല്ലാവരും പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടാണ്. പക്ഷെ അവർക്ക് സെയിൽ ചെയ്ത് അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു.
ആലോചിച്ച് നോക്കാം. അന്ന് 25,000 PV ചെയ്തിട്ട് ഗോവയ്ക്ക് ടൂറ് പോയതാ ഞാൻ. ആലോചിച്ചേക്ക്. MDയുടെ കയ്യിൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. MDയുടെ കയ്യിൽ നിന്ന് ഞങ്ങള് ഗിഫ്റ്റ് വാങ്ങിക്കുന്നത്, പിന്ന് മേടിക്കുന്നതാണ് ഈ ഫോട്ടോ. അപ്പുറത്ത് നിൽക്കുന്ന ഫോട്ടോ അന്ന് ന്യൂട്രി ചാർജ് ഞാൻ പറഞ്ഞു 25,000 PV ചെയ്ത് ഇത്ര ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടായിപ്പോ ന്യൂട്രി ചാർജ് കമ്പനി തന്ന ടാർഗറ്റ്, ലീഡേഴ്സിനുള്ള ടാർഗറ്റ് പൂർത്തീകരിച്ചിട്ട് അന്ന് ഞങ്ങൾക്ക് 2 പേർക്കാണ് അവിടെ കോട്ട് കിട്ടിയ. 1 അനിൽ സാറിനും ഷൈനി മാഡത്തിനും, 2 മനോഹർ മേനോനും. ഒന്ന് ആലോചിച്ച് നോക്കണം. 36 പേര് ഈ ഇവിടുന്ന് ഗോവയ്ക്ക് ടൂർ പോയി. അന്നാണ് സുജി സാറും ഫാമിലിയും ഞങ്ങള് ആദ്യമായിട്ട് കാണുന്നത്. അജിതൻ സാറും ഫാമിലിയെ ആദ്യമായിട്ട് കാണുന്നത്. അവരൊക്കെയുള്ള റിലേഷൻ ഇപ്പോഴും അത്രയ്ക്കും ഒട്ടും ചോർന്നു പോവാതെ കൊണ്ടുപോവാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ആർസിഎം പ്രസ്ഥാനത്തിന്റെ നന്മയാണ്. മനസ്സിലാവണ്ട? നന്മയാണ്. അത് നമ്മൾ മനസ്സിലാക്കാം. ഒന്നാലോചിച്ച് നോക്കിയാൽ അതോടൊപ്പം തന്നെ നമുക്ക് എന്താ കിട്ടുന്നത്? അതോടൊപ്പം നമുക്ക് റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട് അല്ലെ? സ്റ്റേജ് റെക്കഗ്നേഷൻ. ഒരു ബിഗിനർ അച്ചീവർ ആയാൽ പോലും നമുക്ക് സ്റ്റേജ് റെക്കഗ്നേഷൻ. ഇത് ഞങ്ങൾ സ്റ്റാർ പ്ലാറ്റിന്റെ അച്ചീവർ ആയപ്പോ ഗ്രേറ്റ് ലീഡർ സുരേന്ദ്രൻ സാറ്, ഒപ്പം ഞങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ എംറാൾഡ് നന്ദന സാർ, ഇവരൊക്കെ അടങ്ങുന്ന ഒരു സ്റ്റേജാണ് കുറ്റിച്ചിറ വ്യാപാര ഭവനിൽ നടക്കുന്ന. ഈ ഒരു സ്റ്റേജിൽ ഞങ്ങൾക്ക് റെക്കഗ്നേഷൻ കിട്ടുന്ന ഇതാണ് ഞാനിപ്പോ നിങ്ങളെ കാണിച്ചത്. ഇത് നമ്മൾ കാണാം 2020 എംറാൾഡ് അച്ചീവർ ആയപ്പോ ഗ്രേറ്റ് ലീഡർ നമ്മളുടെ ഗിരീഷ് സാറ് സ്റ്റാർ എംറാൾഡ് ആയി നിൽക്കുന്ന സമയം, അർജുൻ സാറ്, ഇവിടെ കാണുന്ന ഓരോ ലീഡേഴ്സും, നമ്മുടെ പുഷ്പലത മാഡം സ്റ്റാർ പേളായി നിൽക്കുന്ന ഈ ഒരു വേദി ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾക്ക് ഒരു സാധാരണക്കാർക്ക് സ്വപ്നം കാണാനും കൂടി പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കിട്ടുന്ന ഈ ഒരു അംഗീകാരത്തിന് വേണ്ടി ആളുകൾ ഓടി നടക്കുക. നിങ്ങൾ ആർസിഎം ചെയ്യൂ, ഇഷ്ടം പോലെ അംഗീകാരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ നമ്മൾ ആസ്വദിക്കുക. ഇതിൽ നിൽക്കുന്ന മാക്സിമം ലീഡേഴ്സും ഇപ്പൊ ടെക്നിക്കൽ അച്ചീവറാ, സ്റ്റാർ പ്ലാറ്റിന്റെ അച്ചീവറാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെവിടെ കിട്ടും? നമുക്ക് ഒരു സാധാരണക്കാരെ എവിടെ കിട്ടും? ഏറ്റെടുക്കാം നമ്മൾ ആർസിഎമ്മിന്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് എന്താ വേറെ കിട്ടുന്ന റെക്കഗ്നേഷൻ മാത്രമാണോ? ഞങ്ങൾ ആർസിഎമ്മിലേക്ക് കടന്ന് 2017 ഞങ്ങള് ആർസിഎമ്മിലേക്ക് കടന്നു വരുന്ന സമയത്ത് 2017 ഏപ്രിലിൽ ഞങ്ങൾ ഈഗിൾ അച്ചീവർ ആവാണ്. ഈഗിൾ അച്ചീവർ ആവുന്ന അവിടെ നിന്ന് തുടങ്ങി ഞങ്ങള് ആ 2017 തന്നെ ഞങ്ങൾ വിന്നർ അച്ചീവർ ആണ്. കാരണം എന്താ? ഞങ്ങൾ കമ്പനി കണ്ടുവന്ന ഒരു വിഷൻ, ആ വിഷൻ ഞങ്ങൾക്ക് കിട്ടിയ ഒരു മോട്ടിവേഷൻ, ഇതിൽ നിന്ന് വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു എന്താ പറയാ ഒരു വിശ്വാസം, എന്റെ ലീഡേഴ്സിലുള്ള വിശ്വാസം, എന്റെ MDയിലുള്ള വിശ്വാസം, കമ്പനിയിലുള്ള വിശ്വാസം ഒക്കെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഞങ്ങള് 2017 വീണ്ടും വിന്നർ അച്ചീവർ ആവുക ചെയ്യുന്നത്. 2018 ഞങ്ങള് സ്റ്റാർ അച്ചീവർ, 2018 തന്നെ ഞങ്ങൾ റോയൽറ്റി അച്ചീവറിലേക്ക് കടക്കുന്നു. അപ്പൊ എത്ര ഫാസ്റ്റ് ആയിട്ട് ഈ 300 പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മൾ എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അതോടൊപ്പം തന്നെ 2018 ഏപ്രിൽ മാസത്തില് ഞങ്ങള് ഡിസംബർ മാസത്തില് ഞങ്ങൾ സ്റ്റാർ പ്ലാറ്റിന്റെ അച്ചീവറായി. ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പൊ ഉള്ള ആളുകൾക്ക് എത്ര സമയം ഷോർട്ടായിട്ട് ഇത്രമാത്രം പ്രൊഡക്റ്റുകൾ ഉള്ളപ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത? നമ്മൾക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ വിശ്വാസക്കുറവ്. നിങ്ങൾ ആരും വിശ്വസിക്കാതിരിക്കണ്ട. ആർസിഎമ്മിന്റെ ലീഡേഴ്സ് എല്ലാവരും നമ്മളെ വളർത്താനുള്ളതാ. അവർക്ക് വളരാനുള്ളതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നെ വളർത്താനുള്ളതാണ് എന്റെ ഗിരിസാറിന്റെ ഓരോ വാക്കുകളും അത്രയ്ക്ക് അർത്ഥവത്തായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് 2018 സ്റ്റാർ പ്ലാറ്റിന് അച്ചീവർ ആവാൻ സാധിച്ചത്. വീണ്ടും 19 കടക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. 19 പേൾ അച്ചീവർ ആദ്യം, ഡിസംബറിൽ ഞങ്ങൾ സ്റ്റാർ പേൾ അച്ചീവർ ആവുക ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എത്ര ലക്ഷം വോളിയം നമുക്ക് കൊണ്ടുവരണം? സ്റ്റാർ പ്ലാറ്റിന് പേളാണെങ്കിൽ 5 ലക്ഷം വോളിയം കൊണ്ടുവരണ്ടേ? ടോട്ടൽ 10 ലക്ഷം വോളിയം വേണ്ടേ? സ്റ്റാർ പേളാണെങ്കിൽ 10 വരണ്ടേ? ഇത് രണ്ടും ഞങ്ങൾ ഒറ്റ വർഷം കൊണ്ട് നേടിയെടുത്ത 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ നേടിയെടുത്ത വ്യക്തികളാ. ഒപ്പം നമ്മൾ 2020 കൊറോണ കത്തി നിൽക്കുന്ന സമയം എമറാൾഡ് അച്ചീവറായി ഞങ്ങള്. ആ ഫോട്ടോ ആണ് ഇന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഞാൻ ഇവിടെ ട്രോഫിമൊക്കെ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്ക് ട്രോഫി കിട്ടുമ്പോൾ എല്ലാത്തിനും ഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് എന്റെ എല്ലാ ട്രോഫിയും ഡേറ്റ് ഉണ്ട്. മനസ്സിലാവണ്ട? അതുകൊണ്ട് നമ്മള് അച്ചീവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആക്റ്റീവായിട്ട് ചെയ്യാം. നമ്മക്കേ പറ്റുള്ളൂ. ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾക്കേ പറ്റുള്ളൂ. ആർസിമിലേക്ക് കടന്നു വന്നിട്ട് ഫസ്റ്റ് ട്രെയിൻ യാത്രയായിരുന്നു എവിടേക്ക്? ബിൽവാരയ്ക്ക്. അതിനുശേഷം ഞാൻ എന്റെ ഫാമിലിയെയും കൊണ്ട്, എന്റെ മക്കളെയും കൊണ്ട് പോയതാണ് ബാംഗ്ലൂർക്ക്. അതെന്തിനാ പോയ? എഡ്യൂക്കേഷന് പോയതാ. ന്യൂട്രിചാർജിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയതാ. അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായ ഗ്രേറ്റ് ലീഡേഴ്സ് ആണ് ഫോട്ടോയിൽ നിൽക്കുന്നത്. അതില് താഴെ കാണിച്ചിരിക്കുന്ന ഫോട്ടോയില് നമ്മുടെ ഗ്രേറ്റ് ലീഡർ സ്റ്റാർ എംറാൾഡ് ജിഷ മേഡവും സജീവ് സാറും വിനീത മേഡം സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ എന്ന്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അന്ന് ഞങ്ങളുടെ കൂടെ പ്രോഗ്രാമിലുണ്ടായ, അന്ന് ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡേഴ്സാ. ഇന്ന് സജീവ് സാറ് സ്റ്റാർ എമറൽഡ് അച്ചീവേഴ്സാ. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയും ജിഷ മേഡം. കാരണം അത്രയ്ക്കും ഡെഡിക്കേഷനോട് കൂടി മുന്നോട്ടേക്ക് പോകുന്ന രണ്ട് വ്യക്തികളാണ് അവര്. അപ്പൊ ടൂർ നമുക്ക് ആദ്യത്തെ ട്രെയിൻ യാത്ര കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇതിലൂടെ തന്നെ കിട്ടിയതാ. പിന്നെ ഞാൻ ആർസിമിൽ ഏൺ ചെയ്തത്, ആദ്യം എന്നോട് ഡ്രീം എഴുതാൻ പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ഡ്രീമാണ് കാറ്. എന്റെ വീട്ടിൽ ഒരു സൈക്കിൾ മാത്രമേ ഉള്ളൂ കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. ടൂ വീലർ എന്നൊരു സംഭവം എന്റെ ഡ്രീമിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ടൂ വീലർ ഞങ്ങൾ ആർസിമിലൂടെ തന്നെ വാങ്ങിച്ചു. സെയിൽ ചെയ്യാൻ ഒരു സെക്കൻഡ് ഹാൻഡ് ആദ്യം വാങ്ങിച്ചു. അതിനുശേഷം ഇപ്പൊ ഞങ്ങള് കൊണ്ടു നടക്കുന്ന ആക്റ്റീവ ആർസിമിലൂടെ മേടിച്ചതാ. അതിനുശേഷമാണ് കാർ എഴുതണ്ടു. ഞാൻ എഴുതിയത് എന്റെ ഡ്രീമിൽ ഫസ്റ്റ് ഡ്രീം കാറായിരുന്നു. ആദ്യത്തെ ഡ്രീം വീടായിരുന്നു. അപ്പൊ ഗിരീഷ് സാറ് ചോദിച്ചൊരു ചോദ്യം, വീടുണ്ടായിട്ടാണോ ഇത്ര നാള് നിങ്ങൾ ജീവിച്ച? അല്ലല്ലോ. അപ്പൊ 2 വർഷത്തേക്ക് ഈ വീടിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട. അപ്പൊ മാറ്റി. എന്റെ ലീഡർ പറഞ്ഞതല്ലേ, ഞാൻ മാറ്റി എഴുതി. കാറിന് ശേഷം 2020 അന്ന് ഗിരീഷ് സാറ് ഞങ്ങളോട് പറയാറുണ്ട്. കാരണം 10 ആള് വന്ന കയറിയിരിക്കാൻ സ്ഥലമില്ലാത്തൊരു വീടായിരുന്നു ഞങ്ങളുടെ. എന്റെ ലീഡർ വരുമ്പോ ഞാൻ ഇറയത്തിരുത്തിയിട്ടാണ് സൽക്കരിക്കാറ്. എന്നാലോചിക്കും, ക്ലാസ് എടുത്തായിരുന്നു ഇറയത്തിരുന്നിട്ടായിരുന്നു. കാരണം എന്താ? അതിനുള്ള സ്പേസ് ഉള്ളൂ ഞങ്ങളുടെ വീട്ടില്. എന്നാലോചിച്ച് നോക്കിയ. അതിൽ നിന്ന് സാറ് പറഞ്ഞൊരു കാര്യം, ഇത്തരം വരുമാനത്തിലേക്ക് വന്നിട്ടും നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോണം 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 എന്ന് പറയുമ്പോൾ എന്റെ പൊട്ടബുദ്ധി എന്തായിരുന്നു എന്നറിയോ? വാടകയ്ക്ക് പോയി കഴിഞ്ഞാൽ 50,000 രൂപ റെന്റ്, 10,000 രൂപ മാസം മാസം. അപ്പൊ 30 ദിവസം ആവുമ്പോ കൊടുക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? തീർച്ചയായിട്ടും സാറിനോട് പറഞ്ഞു, എമറാൾഡ് അച്ചീവറായി നിലനിൽക്കുന്ന വരുമാനം എനിക്ക് കിട്ടുമ്പോൾ ഞാൻ വീടിനെ കുറിച്ച് ചിന്തിക്കും. ഈ ഒരു ഫോട്ടോ നിങ്ങൾ കാണാം. ഇതായിരുന്നു ഞാൻ താമസിച്ചിരുന്ന വീട്. ഈ ടൈലറിംഗ് ഷോപ്പിലായിരുന്നു എന്റെ സബ് സെന്റർ. ചിന്തിക്ക് നിങ്ങളൊന്ന്. ആ കാറ് കിടക്കുന്ന കണ്ടോ? ആ കാറ് കിടക്കുന്ന ബാക്കിലൊന്നാണ് ഞങ്ങളുടെ വീട്. ആ വീടിന്റെ ഉമ്മറത്ത് കാറ് കൊണ്ടുവന്ന് ഇട്ടപ്പോ ഞങ്ങളെ കളിയാക്കി ഒത്തിരി പേരുണ്ട്. വീട് കിടക്കുന്ന കണ്ടാ മതി, പുതിയ കാറ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു പറഞ്ഞോട്ടെ. പക്ഷെ ആദ്യം ആ കാറ് വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് പുതിയ ജോയിനിങ്ങൾ വരാൻ തുടങ്ങി. കാരണം ഞങ്ങളുടെ ലെവല് മാറി തുടങ്ങി എന്നുള്ളത് അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട് കാണണ്ടേ നിങ്ങൾക്ക്? ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം നമ്മൾ മനസ്സിലാക്കുക, ആർസിമിന് നമ്മള് മനസ്സിലാക്കുക. കാരണം വേറെ ഒന്നുമില്ല, നമ്മള് ആർസിമിന് എത്ര ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്നുവോ അത്രയ്ക്ക് നമുക്ക് എല്ലാം കിട്ടും. ഉറപ്പാണ്. ഇതാണ് ഞാനിപ്പോ എന്റെ ആർസിഎം തന്ന ഭവനത്തിൽ ഇരുന്ന് സംസാരിക്കുന്നതും. നിങ്ങൾ കാണാം, ഇത്രയുള്ളൊരു വീട് ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ചെന്ന് ലോൺ ചോദിച്ചാൽ എത്ര ബാങ്കുകാർ തരും? എന്നാലോചിച്ച് നോക്കാം. ഞങ്ങൾ ആർസിഎമ്മിന്റെ ഈ ഒരു വരുമാനം, അനുട് സാറിന് വരുന്ന വരുമാനം കാണിച്ചുകൊണ്ട്, അവിടെ TDS റിട്ടേൺ ചെയ്യുന്ന 3 മാസത്തെ പേപ്പർ കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് 20 ലക്ഷം രൂപയാണ് ബാങ്ക് തന്നെ. എന്റെ വീടിന്റെ ലോൺ അടയ്ക്കുന്നത് ആരാ? TCG ആ. ഞാനല്ല അടയ്ക്കുന്നത്, TCG. കാറ് ഞാൻ എടുത്തു, TCG അടച്ചു വീട്ടി. ഇപ്പൊ കാർ എന്റെ സ്വന്തം. ടൂ വീലർ ഞാൻ എടുത്തു, TCG അടച്ചു. വീട് ഞാൻ വാങ്ങിച്ചു, TCG അടച്ചു. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നമ്മുടെ MD നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം, ഇനി അവിടെ നിന്ന് ആളുടെ മക്കളുള്ളിടത്തോളം കാലം
നമ്മൾക്ക് പേടിക്കാനുണ്ടോ? എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പേടിയില്ല. കാരണം ഇതൊക്കെ തന്നത് അർസ്യമാണ്. ഈ ഒരു ഭവനത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോ ഇതില് ഈ ഒരു ഭവനത്തിൽ കിടന്ന് ഉറങ്ങുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക. അതുപോലെ തന്നെ ടൂറ്, ആദ്യമായിട്ട് ടൂറ് പോവാൻ, വേൾഡ് ടൂറ് പോവാൻ അവസരം കിട്ടിയത് അർജുനത. ഈ ഇരിക്കുന്ന നോക്കിയാൽ എവിടെയാന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഞങ്ങൾ തായ്ലാന്റിൽ പോയപ്പോ കോൺഫറൻസിന് ഇരിക്കുന്നതാ. ഒരു സാധാരണ വീട്ടമ്മ, ഒരു സാധാരണ ടൈലറിംഗ് തൊഴിലാളിക്ക് ഇത്രയും വലിയൊരു വേദിയിൽ ഇരിക്കാനുള്ള അർഹതയുണ്ടോ? സാധാരണ വീട്ടമ്മയ്ക്കില്ല. പക്ഷെ ആർസ്യം ചെയ്ത് വിജയിക്കുന്ന ഓരോ വീട്ടമ്മയ്ക്കും ഇതിനുള്ള അവസരമുണ്ട്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കട്ടയ്ക്ക് നിൽക്കുന്ന സ്റ്റാർ പേള് ജോർജ് സാറും സിനി മാഡും തായ്ലാന്റിലാണ്. അവരെയും കൊണ്ടാ പോയേ, ഞാൻ ഒറ്റയ്ക്കല്ല പോയേ. എന്റെ ടീം അംഗങ്ങളെയും കൂട്ടിയിട്ട് ഞാൻ പോയേ. ആ ഒരു ട്രിപ്പിൽ സജീവ് സാറും ബിജു സാറും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഞാൻ എന്റെ ആർസിമിന്റെ മക്കളെയും കൂട്ടിയിട്ടാണ് എവിടെ പോയേ? തായ്ലാന്റിൽ പോയേ. അല്ലാണ്ട് ഒറ്റയ്ക്കല്ല. മനസ്സിലാവണ്ട. അപ്പൊ വേൾഡ് ടൂറ്, ഫ്ലൈറ്റിൽ കയറാനുള്ള ഒരു അവസരം, ഇത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിന് നമ്മള് ഈ പ്രാധാന്യം കൊടുക്കണം ആർസിമില്. ഏറ്റവും കൂടുതൽ എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒപ്പം തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ ഗ്രേറ്റ് ലീഡറായ സുരേന്ദ്ര സാറും ബിന്ദു മാഡം. പറയാൻ വാക്കുകളില്ല അവരെ കുറിച്ച്. അത്രയ്ക്ക് സന്തോഷം എനിക്ക് അവരെ കുറിച്ച് പറയാനായിട്ട്. നമ്മള് എല്ലാവരെയും ഒരേപോലെ നമ്മള് സ്നേഹിക്കാൻ പഠിക്കുക. അതാണ് എനിക്ക്. ഇത് നമ്മൾ നോക്കുക, നമ്മളിൽ ഉണ്ടാകുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നിങ്ങളൊന്ന് നോക്കിയാൽ ഇത്രയും വലിയ വേദിയിൽ നിന്ന് സംസാരിക്കാൻ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് പറ്റുമോ? ആർസിമിൽ വന്നപ്പോ നമുക്കുണ്ടായ ആ ഒരു മാറ്റമാണ് ഇന്ന്. ഇത് കഴിഞ്ഞ മാസം ഞാൻ വടക്കാഞ്ചേരിയിൽ ചെന്നപ്പോ എനിക്ക് അവിടെ ആ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനുള്ള അവസരം എന്റെ ഗ്രേറ്റ് ഗുരുനാഥനും സ്റ്റാർ എമറാൾഡ് അർജുൻ സാറും രാജൻ സാറും കൂടി തന്നതാ. ഇത്ര ഉള്ളൊരു വേദിയിൽ നമ്മൾ നിന്ന് സംസാരിക്കണമെങ്കിൽ നമ്മൾക്ക് പേടിയുണ്ടോ? ഇപ്പൊ ഒരു പേടിയുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഒരു സബ് സെന്ററിന്റെ ഉദ്ഘാടനമാണ്. ഒരു ഉദ്ഘാടകയായിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു ടൈലറിംഗ് തൊഴിലാളിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ആർക്കാ പറ്റാത്ത? ചിന്തിക്കാം. കാടുകുറ്റിയിലെ ഒരു സബ് സെന്റർ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാ. അപ്പൊ നമ്മൾ സെലിബ്രിറ്റി അല്ലേ? ഒന്ന് ആലോചിക്കുക. ആർസിമിന്റെ ഒന്ന് നമുക്ക് സെലിബ്രിറ്റി ആയിക്കൂടെ? ചെയ്യാൻ പറ്റൂലേ നമുക്ക്? അതുപോലെ തന്നെ റെക്കഗ്നേഷൻ, ഇതൊക്കെ നമ്മൾക്ക് കിട്ടുന്നത് ഏതിലൂടെയാ? എനിക്ക് കിട്ടിയത് ആർസിമിലൂടെയാ. എനിക്ക് റെക്കഗ്നേഷൻ എവിടെ കിട്ടണേന്ന് നോക്കിയാൽ, എന്റെ ഗ്രേറ്റ് ലീഡർ, എന്റെ ഗുരുനാഥൻ ഗിരീഷ് സാറിന്റെയും ജിഷ മേഡത്തിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് അവിടെ തന്ന റെക്കഗ്നേഷനാ. ഇതൊക്കെ എന്തിനാ സൂക്ഷിച്ചു വെച്ചേക്കണേന്നറിയോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 വ്യക്തിത്വങ്ങളാണ് എന്റെ ജിഷ മേഡവും എന്റെ ഗിരീഷ് സാറും. അതുപോലെ തന്നെ ഞങ്ങള് അച്ചീവ്മെന്റ് നേടിയപ്പോ സ്റ്റേജിൽ നിൽക്കുന്ന ഫോട്ടോ ആണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കിയാൽ. അപ്പൊ ഇതൊക്കെ എവിടെയാ നമുക്ക് കിട്ടുക? ഈ റെക്കഗ്നേഷനൊക്കെ നമ്മൾ തൊഴിലുറപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുമോ? ടൈലറിംഗ് ചെയ്താൽ കിട്ടുമോ? ഒപ്പം തന്നെ നമ്മൾക്ക് ഇതിലെന്താ കിട്ടുന്നത്? നമുക്ക് മണി ഫ്രീഡം കിട്ടുന്നുണ്ട്. എന്നാലോചിച്ച് നോക്കിയേ. മണി ഫ്രീഡം എന്ന് പറയുമ്പോൾ ചില്ലറ ഫ്രീഡം ഒന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. 81 രൂപയാണ് എന്റെ ആദ്യത്തെ വരുമാനം. എന്റെ സാറിന്റെ അക്കൗണ്ടിലേക്ക് വന്ന ആദ്യത്തെ വരുമാനം 81 രൂപ. കഴിഞ്ഞ മെയ് മാസത്തിൽ എന്റെ സാറിന് കിട്ടിയത് നിങ്ങളൊന്ന് ചിന്തിക്കുക, 3,71,963 രൂപ. ഈ വരുമാനം മേടിക്കാൻ എന്ത് യോഗ്യതയാണ് എന്റെ സാറിന് ഷൈനി മാഡത്തിനുള്ളത്? ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ. ഒരു സാധാരണ ടൈലറിംഗ് തൊഴിലാളിക്ക് പ്രതിമാസം 1,20,000-ൽ 25,000-ലധികം വരുമാനം പ്രതിമാസം കിട്ടിക്കൊണ്ടിരിക്കുക. എന്ത് യോഗ്യത ഞങ്ങൾക്കുള്ള? എന്നാലോചിച്ച് നോക്കുക. ഇത് നിങ്ങൾക്ക് വേണോ? വേണമെങ്കിൽ നിങ്ങൾ ആർസിഎം ഏറ്റെടുത്തോ. ആരും നിർബന്ധിക്കില്ല. എന്റെ ടീമില് എന്റെ ഗ്രേറ്റ് ലേഡി ടെക്നിക്കൽ അച്ചീവേഴ്സ് നിൽക്കുന്ന ഗ്രേറ്റ് ലീഡർ സുമ മാഡം പേൾ അച്ചീവറാണ്, ഒരു ആശാ വർക്കറാണ്, ഓപ്പൺ ടൈലറിംഗ് തൊഴിലാളിയാണ്. തൊട്ടപ്പുറത്ത് നമ്മളുടെ പുഷ്പലത മാഡം ഉണ്ട് അല്ലെ? പുഷ്പലത മാഡം ടൈലറിംഗ് തൊഴിലാളിയാണ്, സ്റ്റാർ പേൾ അച്ചീവറാണ്. എന്നാലോചിക്ക്, മാതൃകയായിട്ട് നിൽക്കാൻ പറ്റുന്ന 2 കരുത്തറ്റ വനിതകളാണ് അവർ 2 പേരും. ഒപ്പം നമ്മുടെ കലാ മാഡം എമറാൾഡ് അച്ചീവറാണ്.
അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർ എമറാൾഡ് ജിഷ മാഡം. തൊട്ട് താഴെ എന്റെ എന്താ പറയില്ലേ ടെക്നിക്കൽ അച്ചീവർ, ഇവരെല്ലാവരും എന്റെ ടെക്നിക്കൽ അച്ചീവർ. ഇത് ശരണ്യ മാഡം നിതിൻ സാറിന്റെ വൈഫാണ്. തൊട്ട് താഴെ ഞാൻ കാണിച്ചിരിക്കുന്ന ഫോട്ടോ ഏതാണെന്നറിയോ? അത് നമ്മളുടെ സിയാലിൽ നടന്ന ഈ കഴിഞ്ഞ മാസം രൂപാന്തര യാത്രയിൽ നടന്ന പ്രോഗ്രാമാണ്. ആലോചിച്ച് നോക്കിയേ. എന്റെ ഗ്രേഡ് റൂബി, സിസിലി മാഡം ഉണ്ട്, ഒപ്പം സ്റ്റാർ എമറാൾഡ് ജിഷ മാഡം ഉണ്ട്, അതോടൊപ്പം തന്നെ ആരുണ്ട്? പ്രിയ മാഡം ഉണ്ട്, കലാ മാഡം, ഒപ്പം നമ്മുടെ അഹന സുരേന്ദ്ര സാറിന്റെ മകള് അഹനക്കുട്ടി ഉണ്ട്. ഇതൊക്കെ എന്താ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണോ? എന്നാലോചിച്ച് നോക്കിയേ. ഇതാണ്. പിന്നെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞ ടെക്നിക്കൽ അച്ചീവേഴ്സ്, ഞങ്ങളുടെ കൂടെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ടെക്നിക്കൽ അച്ചീവേഴ്സ്. ഒന്ന് നമ്മുടെ സുരാജ് സാർ ആൻഡ് ശ്രീകുട്ടി, പേള അച്ചീവറാണ്. ജിഷ മാഡം, സജീവ് സാറ് സ്റ്റാർ എമറാൾഡ് അച്ചീവറാണ്. എന്നാലോചിച്ച് ബിജു സാറും കലാ മാഡം എമറാൾഡ് അച്ചീവറായി. എനിക്ക് പറയാൻ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. നിതിൻ സാറും ശരണ്യ മാഡവും പേള അച്ചീവറാണ്. എന്നാലോചിച്ച് നോക്കിയ. ഒപ്പം നമ്മുടെ ഫിലിപ്പ് സാറും പേള അച്ചീവറാണ്. ടെക്നിക്കൽ അച്ചീവർ എന്താ പറയാ നമ്മുടെ സ്റ്റാർ പേൾ ജോർജ് സാറ്. ഇവര് ഇതുപോലുള്ള ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടും, ഒപ്പം നമ്മള് ഒരു വീഴ്ച വന്നാൽ താങ്ങി നിർത്താനായിട്ട് നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് വേണം അല്ലെ? എന്നാലോചിക്കുക. എന്നെ അർസിമിലേക്ക് കൊണ്ടുവന്ന, എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ, എന്റെ കുടുംബത്തേക്ക് ഒരു വഴികാട്ടിയായിട്ട് നിൽക്കാൻ വന്ന എന്റെ ഗ്രേറ്റ് ലീഡർ ഗിരി സാറും ജിഷ മാഡം, ഒരുപാട് നന്ദി എനിക്ക് അവരോട് പറയാനുള്ളത്. ഒപ്പം ഡോക്ടർ രാജൻ സാറും പ്രിയ മാഡം, അവരുടെ മകൻ സ്റ്റാർ എമറാൾഡ് അർജുൻ സാറ്, ഒപ്പം ഞങ്ങളുടെ ദീപേഷ് സാറ്. പറയാൻ വാക്കുകളില്ല. ഇവരൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്ന് താങ്ങി നിർത്താൻ. അതുപോലെ നമ്മുടെ സ്റ്റാർ എന്താ പറയാ സഫേർ മൂർത്തി സാർ, അഖില മാഡം, ബിനു സാറ്, സിസിലി മാഡം, ഒപ്പം തന്നെ നമ്മുടെ നന്ദന സാറ്. ഈ ഗ്രേറ്റ് ലീഡേഴ്സ് താങ്ങി നിർത്താനുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങളെ പോലുള്ള ലീഡേഴ്സിന് വിജയിക്കാൻ പറ്റുന്നത്. എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. എല്ലാ ഗുരുക്കന്മാർക്കും. കാരണം പറയാൻ വാക്കുകളില്ല അവരെ കുറിച്ചൊന്നും അത്രയ്ക്കും. കാരണം ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് താങ്ങി നിർത്താനായിട്ട് അല്ലെ, നമ്മൾ എല്ലാ ലീഡേഴ്സിനും നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് എവിടെ ഒരു വീഴ്ച വരുന്നുവോ അവിടെ നമ്മൾക്ക് വീഴ്ചയില്ലാതെ താങ്ങി നിർത്താൻ നമ്മുടെ ലീഡേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഇത് അനിത സാറും ഷൈനി മാഡത്തിന്റെ ഫാമിലിയാ. അശ്വിനിയാണ് ഒപ്പമുള്ളത്. രൂപാന്തര യാത്രയിൽ ഞങ്ങൾ പോയിപ്പോ എടുത്തതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് ഫാമിലി ബിസിനസ്. ഈ രണ്ട് മക്കളും ഉള്ളത് കൊണ്ടാണ് ഇന്ന് ആർട്സ് ബിസിനസ്സിൽ ഇത്രയ്ക്കും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഡെവലപ്പ് ആവാൻ പറ്റുന്നത്. കാരണം ടെക്നിക്കൽപരമായ ഒരു കാര്യങ്ങളും ചെയ്യാൻ ഷൈനി മാഡത്തിന് അറിയില്ല. സത്യം പറയാലോ, ഒരു കാര്യങ്ങളും ചെയ്യാൻ അറിയില്ല. അന്ന് ഞാൻ ജോയിൻ ചെയ്യൂട്ടോ, കുറച്ച് കാര്യങ്ങൾ സൈറ്റിലെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ അറിയുള്ളൂ. പക്ഷെ മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ ചെയ്യുന്നതിന് എന്റെ രണ്ട് മക്കളാണ്. ഈ രണ്ട് മക്കളാണ് എന്റെ കരുത്ത്. എന്റെ അനിൽ സാറിന്റെയും കരുത്ത് എന്ന് പറയുന്നത് ഈ രണ്ട് മക്കളാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൂട്ടി അർസിമിലേക്ക് വരണം. അർസിം അവരെ പഠിപ്പിക്കണം. അർസിമിൽ അവരെ നിലനിൽക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. MBA കഴിഞ്ഞ് എന്റെ മകനെ ബാംഗ്ലൂർ MBAക്ക് വിടാൻ സാധിച്ച അർസിം ഉള്ളത് കൊണ്ടാ. ഇന്ന് MBA കഴിഞ്ഞ് ഇന്നിപ്പോ അർസിം ചെയ്യാൻ അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളും ചിന്തിക്കുക, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരം തന്ന എന്റെ ജിഷ മാഡത്തിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട്, അഖില മാഡത്തിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട്, എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താണ്. ജയ ആർസിഎം. താങ്ക് യു മാഡം.